ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ. നാമസ്കന്ധത്തില് ഭഗവാന്റെ ഭക്തന്മാരുടെ കഥകളാണ് നാമസ്കന്ധത്തിലെ വിഷയം. അതുപോലെ ഭക്തന്മാരായിട്ടുള്ള മഹാത്മാക്കളായിട്ടുള്ള അനേകം ആളുകൾ അവരുടെ വംശത്തിന്റെ കഥയാണ് നാമസ്കന്ധത്തിൽ നമുക്ക് പറഞ്ഞു തന്നത്. രണ്ട് രാജവംശങ്ങളുടെ കഥകളുടെ രൂപത്തിലാണ് ഇവരുടെയൊക്കെ കഥ പറയുന്നത്. സൂര്യവംശത്തിന്റെയും അതുപോലെ സോമവംശം അഥവാ ചന്ദ്രവംശത്തിന്റെയും ഈ രണ്ട് കഥകളിലൂടെ അനേകം മഹാത്മാക്കളുടെ കഥ, അതും പല പ്രകാരത്തിലൊക്കെ ജീവിച്ചിട്ടുള്ളവർ, എല്ലാവരും ഭക്തന്മാരായിട്ടുണ്ടായിരുന്നവരൊന്നുമല്ല. കുറെ ആൾക്കാരൊക്കെ നമുക്ക് കണക്കാക്കാൻ വയ്യാത്ത തരത്തിലുള്ള അങ്ങേയറ്റം അധപതിച്ച ആൾക്കാരുടെ കഥയുണ്ട് അതില്. അവരും അതുപോലെ ഒരുപാട് മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ, അവരും ഇവരെല്ലാവരും ഒരുപോലെ ഒടുവിൽ ഭഗവാനിലേക്ക് എത്തിയതിന്റെ കഥയാണ്. അനേകം പ്രാരബ്ധങ്ങളുടെ നടുവിൽ ഇരുന്നിട്ട് നമ്മള് സാധാരണ നമ്മുടെ കാര്യമൊക്കെ പറയില്ല, തിരക്കാണ്, ഒരുപാട് വലിയ ബുദ്ധിമുട്ടുകളാണ്, ഇഷ്ടംപോലെ തിരക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒന്നിനും സമയം കിട്ടണില്ല. അപ്പൊ അവിടെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരാണ് കുറച്ച് ആൾക്കാരെ. 7 ദ്വീപുകളും മുഴുവൻ അടക്കി ഭരിച്ച അംബരീഷനും അങ്ങനത്തെ ആൾക്കാർ. സപ്തദ്വീപവതി മഹീം എന്നാണ്, ഭൂമി മുഴുവൻ ഭരിച്ച ആളാണ് അംബരീഷൻ. അത്രയും തിരക്ക് നമുക്ക് നമ്മുടെ വീട് ഭരിക്കാൻ ശേഷം എന്ത് തന്നെയായാലും, ഏത് ജോലി ഉണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും ശരി, 7 ദ്വീപുള്ള ഭൂമി മുഴുവൻ ഭരിച്ച അത്രയും തിരക്കൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനത്തെ നിരവധി ആളുകളുടെ കഥ. അപ്പൊ തിരക്കുണ്ടെന്നുള്ള പരാതി നമുക്ക് പറയുന്നത് ശരിക്കും ന്യായമില്ല, വേണമെന്ന് തോന്നില്ല എന്നാണ് ശരിക്കും പറയുന്ന പരാതി. അല്ലാതെ തിരക്കുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അങ്ങനെയുള്ള അനേകം മഹാത്മാക്കളുടെ കഥകളും ഇങ്ങനെ അല്ലാതെ വഴിതെറ്റിപ്പോയിട്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ തരത്തിൽ ജീവിതത്തിൽ വഴിതെറ്റിപ്പോയ ആളുകൾ, അവിടെ നിന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ചു വന്നവര്, ഇങ്ങനെ അനേക തരത്തിലുള്ള ഭക്തന്മാരുടെ കഥകളാണ് നാമസ്കന്ധത്തിൽ സൂര്യവംശവും ചന്ദ്രവംശവുമായിട്ട് പറഞ്ഞു തരുന്നത്. ഈ രണ്ട് കഥകളും പറഞ്ഞു തരുന്നതിന് ഒരു മുഖ്യമായ ഉദ്ദേശം കൃഷ്ണാവതാരത്തിന് നമ്മളെ പാകപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ്. കേവലം വംശത്തിന്റെ കഥ പറഞ്ഞു തരിക എന്ന് മാത്രമൊന്നുമല്ല ഉദ്ദേശം. അതിനേക്കാൾ അപ്പുറത്ത് കൃഷ്ണാവതാരത്തിന് നമ്മളെ ഒന്ന് പാകപ്പെടുത്താനുണ്ട്. ഇവിടെ 2 തരത്തിലുള്ള വംശത്തിന്റെ കഥ പറയാൻ പോയാൽ നമ്മൾ കുറെ കഥയുണ്ടല്ലോ, നമുക്ക് 6 കൃഷ്ണാവതാരത്തില്ല. അതുകൊണ്ട് നവമസ്കന്ധത്തിന്റെ ആശയം എന്ന് പറഞ്ഞാൽ, നവമസ്കന്ധത്തിൽ 2 വംശങ്ങളുടെ കഥയാണ്. ഒന്ന് സൂര്യവംശം, ഒന്ന് ചന്ദ്രവംശം എന്ന് പറഞ്ഞു. സൂര്യനെ ബുദ്ധിയുടെ പ്രതീകമായിട്ട് പറയാറുണ്ട്, വികാരങ്ങളുടെ എന്താ പറയാ ചിന്തകളുടെ പ്രതീകമായിട്ട് പറയാറുണ്ട്. അപ്പൊ സൂര്യവംശത്തിന്റെ കഥകള് ബുദ്ധി ഉപയോഗിച്ച് ചിന്തകളിലൂടെ ഭഗവാനിലേക്ക് എത്തിയവരോ ഭഗവാനിൽ നിന്ന് അകന്നു പോയിട്ട് ഭഗവാൻ അവരൊക്കെ പലരെയും തിരിച്ചുകൊണ്ട് പിടിച്ചു കൊണ്ടുവന്നവരോ അങ്ങനെയുള്ളവരുടെ കഥയാണ് സൂര്യവംശത്തില് പ്രധാനമായിട്ടും പറഞ്ഞു തന്നത്. അതങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് അതിന്റെ അവസാനത്തിൽ സൂര്യവംശത്തിലെ തിലകക്കുറിയായിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ പറയുന്നത്. അതിനുശേഷമാണ് ചന്ദ്രവംശത്തിന്റെ കഥ തുടങ്ങിയത്. ചന്ദ്രൻ മനസ്സിന്റെ പ്രതീകമാണ്, വികാരങ്ങളുടെ പ്രതീകമാണെന്ന് പറയാറുണ്ട്. നമുക്ക് എല്ലായിടത്തും എപ്പോഴും പറയാറുള്ള കാര്യമാണ്. സൂര്യൻ വിചാരങ്ങളുടെയും ചന്ദ്രൻ വികാരങ്ങളുടെയും. അപ്പോൾ ചന്ദ്രവംശത്തിലെ കഥകളാണെങ്കിലോ ആ കഥകൾ മിക്കവാറും കഥ എടുത്ത് നോക്കിയാൽ വികാരത്തിന് അടിമപ്പെട്ടവര്, കാമം, ക്രോധം ഇതൊക്കെ വികാരങ്ങളാണല്ലോ. ഇങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് ഏതൊക്കെയോ പ്രകാരത്തിൽ അധപതിച്ചു പോയവരുടെ കഥ. അത് പല ആൾക്കാരുടെയും കഥ നമുക്ക് സദസ്സിൽ പറയാൻ വിഷമം തോന്നിപ്പോകും. അങ്ങനത്തെ കഥകളുണ്ട് അതിനകത്ത്. തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്, തുടങ്ങുന്ന കഥ തന്നെ അങ്ങനെയാണ്. ചന്ദ്രവംശത്തിന്റെ തുടക്കം തന്നെ സ്വന്തം എന്താ പറയാ ബുധന്റെ പത്നിയെ ചന്ദ്രന്റെ പത്നിയെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കഥ തുടങ്ങുന്നത് തന്നെ. ബൃഹസ്പതിയുടെ പത്നിയെ ചന്ദ്രൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ്, ഗുരുവിന്റെ ഭാര്യയെ ശിഷ്യൻ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ് ആ വംശത്തിന്റെ കഥ തുടങ്ങണത്. പിന്നെ അതിന്റെ താഴേക്ക് പറഞ്ഞു വരുമ്പോൾ എല്ലാവരുടെ കഥയും ഇങ്ങനെയൊക്കെ ഉണ്ട്. ഏതൊക്കെയോ തരത്തില് കാമത്തിന്റെയും ക്രോധത്തിന്റെയും ലോഭത്തിന്റെയും ഒക്കെ അടിമപ്പെട്ടിട്ട് പലതരത്തിലെ ജീവിതം ജീവിച്ച് തീർത്ത കുറെ ആളുകളുടെ കഥ.
ഈ കഥകളൊക്കെ പറഞ്ഞു വരുമ്പോഴും അവസാനിപ്പിച്ച് അതിന്റെ ഒടുവിലാണ് ഭഗവാൻ കൃഷ്ണന്റെ കഥ കാണിച്ചത്. അപ്പോൾ വൈചാരികവുമായ ബന്ധനങ്ങൾക്കൊടുവിൽ അതിനെയൊക്കെ ജയിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും അവതരിച്ച് അവരുടെ ഒരു സാധകന്റെ ഉള്ളിൽ ആ കഥയാണ്, അഥവാ അങ്ങനെ പാകപ്പെടുത്തുന്നതിൻ്റെ കഥയാണ് നവമസ്കന്ധത്തിൽ എന്ന് പറയാറുണ്ട്. അതിന് പാകത്തിലാണ് കഥകളെ പറഞ്ഞിട്ടുള്ളത്. എല്ലാ കഥയും നമ്മളുണ്ടല്ലേ, കുറേ ആളുകളുടെ കഥ ഇന്നയാളുടെ മകൻ ഇന്നയാളാണെന്ന് പേര് പറഞ്ഞ് നിർത്തിയിട്ടേ. അപ്പോൾ അവരുടെ ഒന്നും കഥ പറയാൻ പോയിട്ടില്ല. ചില ആൾക്കാരുടെ കഥ എടുത്തു പറയുകയും ചെയ്യും. അതെന്തിനാ? നമ്മളെ ഈ ഒരു തരത്തിൽ പാകപ്പെടുത്താനാണ്. അവരുടെയൊക്കെ കഥകൾ വായിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് വികാരവും വിചാരവും നമ്മളെ ബന്ധിക്കരുത്, അതിൻ്റെ ട്രാപ്പിൽ നമ്മൾ വിട്ടു പോകരുത്. അതിനെ ജയിച്ചിട്ട് അവിടെ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാറാവണം എന്നാണ് ആ രണ്ട് വംശങ്ങളുടെ കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. ശ്രീരാമാവതാര കഥയെ ശ്രീ ശുബ്രഹ്മർഷി കഥ പറഞ്ഞു വന്നപ്പോൾ രാമായണ കഥയെ 2 അധ്യായത്തിലേക്ക് ചുരുക്കി. രാമ എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ അധ്യായവും ഒരു ചെറിയ അധ്യായവും, 2 അധ്യായങ്ങളിൽ രാമായണ കഥയെ അങ്ങോട്ട് ചുരുക്കി, വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. രാമായണം പറയാൻ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ ഭാഗവതം പറഞ്ഞത്, അതുകൊണ്ട് അത് വളരെ ചുരുക്കി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശ്രീ ശിവബ്രഹ്മർഷിയുടെ അടുത്തുനിന്ന് ഈ കഥകളൊക്കെ കേട്ടുകൊണ്ടിരുന്ന പരീക്ഷത്തിന് ഇത് കഴിഞ്ഞിട്ട് ഇനി കൃഷ്ണാവതാരത്തിന്റെ കഥ പറയുമ്പോൾ അതെങ്കിലും നല്ലോണം കേൾക്കാമെന്ന് വിചാരിച്ചപ്പോൾ നവമസ്കന്ധ അവസാനിപ്പിക്കുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണന്റെ കഥ ഒക്കെ കൂടി 3 ശ്ലോകത്തിലേക്ക് ചുരുക്കി. കൃഷ്ണാവതാര കഥയെ വെറും 3 ശ്ലോകത്തിലേക്ക് അങ്ങോട്ട് ചുരുക്കി. അപ്പോൾ പരീക്ഷത്തിന് വലിയൊരു സങ്കടമായി. എങ്ങനെ അങ്ങോട്ട് ചുരുക്കിയാൽ എങ്ങനെയാണ്? കൃഷ്ണന്റെ അവതാര ലീലകൾ 125 വർഷം ഭൂമിയിലെ ലീലകളാണ് ഈ ഭഗവാൻ. ഈ 125 വർഷത്തെ കഥകളൊക്കെ കൂടി 12 വാചകത്തിൽ ചുരുക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ എത്ര ചുരുക്കിയിട്ടാണ് പറയണത്. അപ്പൊ പരീക്ഷത്തിന് വലിയൊരു സങ്കടമായി. അവിടുന്ന് പരീക്ഷത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ് ശ്രീ ശിവബ്രഹ്മർഷിയോട്. അപ്പൊ ആ ചോദ്യത്തിന്റെ തുടർച്ചയാണ് കൃഷ്ണാവതാര കഥ വിസ്തരിച്ച് പറയാൻ തുടങ്ങുന്നത്. ആ ചോദ്യത്തിന് ഒരു മഹത്വം എന്താ വെച്ചാൽ, ഈ 12 വാചകത്തിലേക്ക് ചുരുക്കിയത് ഈ പരീക്ഷത്തിന്റെ ചോദ്യമൊക്കെ കേട്ടപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷി പിന്നെ അങ്ങോട്ട് വിസ്തരിച്ചിട്ട് 121 അധ്യായത്തിലേക്ക് വലുതാക്കി. 12 വാചകത്തിൽ പറഞ്ഞതിനെ 121 അധ്യായത്തിലേക്ക് അങ്ങോട്ട് വലുതാക്കി. 90 അധ്യായം ദശമസ്കന്ധത്തില്, 31 അധ്യായം ഏകാദശ സ്കന്ധത്തില്, അങ്ങനെ 121 അധ്യായത്തിലേക്കാണ് കഥ വലുതാക്കിയത്. അപ്പൊ ആ ചോദ്യം എത്ര ഗംഭീരമായ ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചിട്ട് ഒരാൾക്ക് ഉത്തരം പറയാൻ തോന്നണ്ടേ? അങ്ങനെയാണ് ദശമസ്കന്ധം ആരംഭിക്കുന്നത്. പരീക്ഷത്തിന്റെ ആ ചോദ്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആദ്യം പരീക്ഷത്ത് പറഞ്ഞത് കഥിതോ വംശവിസ്താരോ ഭവത സോമസൂര്യയോ, അങ്ങ് സോമവംശത്തിന്റെയും സൂര്യവംശത്തിന്റെയും ഒക്കെ കഥ അങ്ങ് വളരെ വിസ്തരിച്ച് പറഞ്ഞു. രാജ്ഞാംച ഉഭയവംശാനാം ചരിതം പരമാത്ഭുതം, അവരുടെ കഥകളൊക്കെ വളരെ അത്ഭുതമുള്ള കഥകളാണ്. കറക്റ്റല്ലേ? കണ്ണ് കറക്റ്റല്ലേ? അപ്പൊ വളരെ പരമാത്ഭുതമായ കഥകളാണ് അങ്ങ് പറഞ്ഞു തന്നതൊക്കെ. പക്ഷേ ഇതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം, എനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്നത് 2 കഥയും അങ്ങ് ചുരുക്കി. അത് അങ്ങ് പറയണ്ടായില്ലേ? അപ്പൊ എനിക്ക് ആ കഥകളൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം പല കഥയും ഈ ചർച്ച ചെയ്യുന്ന ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ശ്രീ ശിവബ്രഹ്മർഷി എങ്ങനെയാ ഇങ്ങനെ തെരഞ്ഞെടുത്തത് എന്ന് തോന്നാം. പല ആൾക്കാരുടെയും കഥകൾ പറയുമ്പോഴേ, ഉർവശിയുടെ കഥ, പുരൂരവസിന്റെ കഥ, അതുപോട്ടെ ഉർവശിയുടെയും പുരൂരവസിന്റെയും ഒക്കെ കുറേ തലമുറകൾക്ക് ഇപ്പുറത്ത് ഉള്ള ഒരു പേരക്കുട്ടി ആ ഉർവശി ആകാശത്ത് പോണത് കണ്ടിട്ട് ആ ഉർവശിയുടെ കൂടെ പോണെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയ ആളുടെ കഥ, എന്തൊക്കെയോ കഥകളുണ്ട്. പല ആൾക്കാരുടെയും കഥയുണ്ട്. അതിൻ്റെ ഇടയിൽ അംബരീഷനെ പോലെയും രന്തിദേവനെ പോലെയും ഒക്കെയുള്ള ആളുകളുടെ കഥ അത് വേറെയുണ്ട്. ശ്രീരാമചന്ദ്രസ്വാമിയുടെയും പരശുരാമസ്വാമിയുടെയും പോലെയുള്ള അവതാരങ്ങളുടെ കഥകളുമുണ്ട്. ഈ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ട സമയത്ത് ഭഗവാന്റെ അവതാര കഥകളെ വിസ്തരിച്ച് കേൾക്കാമല്ലോ, അത് കേൾക്കണമല്ലോ എന്ന് ആഗ്രഹിച്ചിരുന്ന എനിക്ക് അങ്ങ് ആ കഥകളെ വളരെ ചുരുക്കി, അത് വല്ലാതെ ചുരുക്കി. എനിക്കത് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഭഗവാന്റെ കഥ കേട്ടിട്ട് ആർക്കെങ്കിലും മതി വരും അങ്ങനൊന്നുമില്ലല്ലോ. ഈ പരീക്ഷത്ത് ശ്രീ ശിവബ്രഹ്മർഷി ഈ കഥ ചുരുക്കി പറയാനുള്ള കാരണങ്ങളെ കുറിച്ച് സ്വയം ആലോചിച്ച് അതിൻ്റെയൊക്കെ മറുപടി അങ്ങോട്ട് പറയാം. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് അങ്ങ് ചുരുക്കി പറഞ്ഞതെങ്കിൽ എനിക്ക് അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങളെ എണ്ണി അങ്ങനെ പറയാൻ പോകും. ആദ്യം പറയണത് എന്താ വെച്ചാൽ,
ഭഗവാന്റെ കഥ കേട്ട പരീക്ഷത്തിന് ചിലപ്പോ 4 ദിവസമായല്ലോ രാവിലെ തൊട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കല്ലേ, കുറേ കേട്ടിട്ട് പരീക്ഷത്തിന് മതിയായി, ബോറടിച്ചു തുടങ്ങി, ഇതെന്നെ ഇങ്ങനെ കേട്ടിട്ടെ അങ്ങനെ പരീക്ഷത്തിന് മതിയായി എന്ന് തോന്നുന്നുണ്ടെങ്കിലോ, ശ്രീ ശിവബ്രഹ്മർഷിക്ക് അങ്ങനെ തോന്നിയിട്ടാണോ കഥ ചുരുക്കി പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ കഥ കേട്ടിട്ട് മതിയായി എന്ന് തോന്നുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നിവൃത്ത തർഷൈ ഉപഗീയമാനാൽ ഭവൌഷധാൽ ശ്രോത്ര മനോഭിരാമ. ഈ ഭഗവാന്റെ കഥകള് ശ്രോത്ര മനോഭിരാമങ്ങളായ, ചെവിയിലൂടെ അകത്ത് ചെന്ന് ചേർന്നിട്ട് മനസ്സിനെ മയക്കുന്ന ഭഗവാന്റെ കഥകളെ കേട്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ മതിയായി എന്ന് തോന്നുന്നവരുണ്ടാവും. പരീക്ഷത്തിന് എന്നിട്ട് പറയുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോ ആര് വിനാ പശുഘ്നാണ്. ഈ പശുവിനെയൊക്കെ കൊന്ന് തിന്നണ ആൾക്കാർക്ക് ചിലപ്പോ ഇത് കേട്ടിട്ട് ബോറടിച്ചു മതിയായി ഇതന്നെ പറയാനുള്ളൂ എന്നൊക്കെ തോന്നുമായിരിക്കും. അല്ലാണ്ട് ഒരാൾക്ക് ഭഗവാന്റെ കഥ കേട്ടിട്ട് മതിയായി എന്ന് തോന്നും. ഒരാൾക്ക് കൃഷ്ണ കഥ കേട്ടിട്ട് മതിയാവാത്തുണ്ടല്ലോ നമ്മൾ വന്നിരിക്കണം. 375 എണ്ണം കഴിഞ്ഞിട്ടൊന്നും ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നില്ലേ? എത്ര പ്രാവശ്യം? 375 ഇവിടെയാണ്, അത് ഇവിടുന്ന് മാത്രമാണ്. അതിന്റെ അപ്പുറത്തൊക്കെ കെട്ടതും കൂടി എത്രയും ഉണ്ടാവും ആൾക്കാർക്കൊക്കെ. അങ്ങനെയൊക്കെ എത്ര ആളുകൾ വന്നിരിക്കണം, എത്ര തവണ കേട്ടിട്ട് അത് മതിയാവില്ല ആളുകൾക്ക്. നമ്മള് തുടക്കത്തിൽ 1-ാം ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് 2ാമതോ 3ാമതോ 4ാമതോ ഒരു സിനിമയ്ക്ക് നമ്മളെ പറഞ്ഞയച്ചാൽ ആര് പോയി കാണണം? എത്ര പ്രാവശ്യം പോയി കാണാൻ പറ്റും? വെറുതെ കാശ് ഇങ്ങോട്ട് വന്നിട്ട് പോയാൽ പോലും നമുക്ക് പോകാൻ മടിക്ക് വരും, ബോറടിക്കും, മടുപ്പ് വരില്ലേ? ഇതിപ്പോ ഇത്ര പ്രാവശ്യം നമ്മൾ എവിടെയൊക്കെ ഇരുന്ന് ഏതൊക്കെ പ്രകാരത്തിൽ ആരുടെയൊക്കെയോ കഥകൾ കേട്ടിട്ട് വീണ്ടും നമുക്ക് കേൾക്കാൻ ആഗ്രഹമാണല്ലോ ഉള്ളത്. അപ്പൊ ആർക്കായത് മതി വരിക? അതുകൊണ്ട് അങ്ങ് എനിക്ക് മതിയായി, ബോറടിച്ചു, മടുത്തുപോയി എന്നൊന്ന് വിചാരിച്ച് അങ്ങ് കഥ പറയാതിരിക്കരുതേ. എനിക്ക് ആ കഥ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഏതോ ഒരു കൃഷ്ണന്റെ കഥയല്ല പരീക്ഷത്തിനെ സംബന്ധിച്ച്. നമുക്ക് കൃഷ്ണന്റെ കഥ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്ന വ്യക്തി ഇപ്പൊ അതെവിടെ മധുരയിൽ ജനിച്ചു, വൃന്ദാവനത്തിലുണ്ടായി, ദ്വാരകയിലുണ്ടായി, കുരുക്ഷേത്ര യുദ്ധക്കളത്തിലുണ്ടായി, ഇങ്ങനെയൊക്കെ എവിടെയോ ഉണ്ടായ ഒരാളുടെ കഥ പോലെ. അങ്ങനെയല്ല പരീക്ഷത്ത് പറഞ്ഞത്. പരീക്ഷത്തിനത് അങ്ങനെയല്ല. എൻ്റെ മുത്തച്ഛന്മാര് ഈ കൗരവ സൈന്യമാകുന്ന വലിയൊരു സാഗരത്തെ, കൗരവ സൈന്യ സാഗരം, ആ കടല് ഈ പശുക്കുട്ടിയുടെ കുളമ്പടിയിലെ വെള്ളം കടന്നു പോകണ അത്ര എളുപ്പത്തിൽ. പശുക്കുട്ടിയിലെ കുളമ്പടിയിലെ വെള്ളം എത്ര ഉണ്ടാവും? അത് കടന്നു പോകാൻ എന്ത് പരിശ്രമിക്കണം? ആവശ്യമില്ല. അത്ര നിസ്സാരമായിട്ട് ഈ കൗരവ സൈന്യ സാഗരത്തെ ഗീതയുടെ ധ്യാന ശ്ലോകത്തിലില്ലേ ഈ കൗരവ സൈന്യ സാഗരത്തെ കുറിച്ചിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാ? ഭീഷ്മദ്രോണ തടാ ജയദ്രഥജല ഗാന്ധാര നീലോപല, ആ രൂപത്തിൽ ഇതൊക്കെ ഉണ്ടതിനകത്ത്. ഏതൊക്കെയോ തരത്തിലുള്ള ഭീകരജീവികളും പലതരത്തിലുള്ള മകര മത്സ്യങ്ങളും ഇങ്ങനെ ഓരോരുത്തരും ചതിക്കുഴികളും ഒക്കെ ചുഴികളും ഒക്കെയുള്ള ആ ഭയങ്കരമായ സാഗരത്തെ ഒരു പശുക്കുട്ടിയുടെ കുളമ്പടിയിലെ വെള്ളം കടന്നു പോകുന്ന അത്രയും ലളിതമായിട്ട് അപ്പുറത്തേക്ക് കടന്നു പോകാൻ സാധിച്ചത് കൈവർത്തക കേശവ. അതിൻ്റെ തോണിക്കാരനായിട്ട് അമരത്തിരുന്നത് ഭഗവാനാണ്. കേശവൻ എന്ന് വെച്ചാൽ കെ എന്ന് പറഞ്ഞാൽ ജലം നടത്തുന്നത്, ഇത് കേശവമാണ്. ആ കാരണജലത്തിൽ കിടക്കുന്ന അനന്തനാരായണ സ്വാമിയുടെ കിടക്കണയാളാണ് കേശവൻ. അപ്പൊ വെള്ളത്തിൽ കിടക്കണയാൾക്ക് ഈ കടലൊന്നും കടന്നു പോകണത് വലിയ വിഷയമല്ല, പല അടിയിലെ കിടക്കണയാൾക്ക് വലിയ വിഷയമല്ലല്ലോ. അതുകൊണ്ട് ആ ഭഗവാൻ വളരെ ലളിതമായിട്ട് ഈ സാഗരത്തെ അപ്പുറത്തേക്ക് കടത്തി വിട്ടതാണ്. അതുകൊണ്ടാണ് എൻ്റെ മുത്തച്ഛന്മാര് ഈ കൗരവ സൈന്യമാകുന്ന സാഗരത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ സാധിച്ചത്. അതിനെ അനുഗ്രഹിച്ച ആ ഭഗവാന്റെ കഥകൾ എന്ന് വെച്ചാൽ എവിടെയോ ഉണ്ടായിരുന്ന ഏതോ ഒരാളുടെ കഥയില്ല, ഞങ്ങളുടെയൊക്കെ വംശത്തിന്റെ നിലനിൽപ്പ് തന്നെ ആ ഭഗവാന്റെ അനുഗ്രഹമാണ്. ആ കൃഷ്ണന്റെ കഥ കേൾക്കണം എന്നാണ് ആഗ്രഹം. അപ്പോഴും ശ്രീ ശിവബ്രഹ്മർഷിക്ക് മുഖം തെളിഞ്ഞിട്ടുണ്ടാവില്ലേ? മുത്തശ്ശന്മാരെ അനുഗ്രഹിച്ച കൃഷ്ണന്റെ കഥയുള്ളൂ. മുത്തശ്ശന്മാരെ മാത്രമല്ല, പരീക്ഷത്തിന് വേറെ ബന്ധമൊന്നുമില്ലേ? പരീക്ഷത്ത് പറഞ്ഞത് അല്ലല്ല, അത് മുത്തച്ഛന്റെ കാര്യം ആദ്യം പറഞ്ഞു എന്നേ ഉള്ളൂ, മുത്തച്ഛന്മാരുടെ കാര്യം. അത് മാത്രമല്ല, ഞാനും എൻ്റെ അമ്മ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മദംഗം സന്താന ബീജം കുരുപാണ്ഡവാനം, കൗരവ പാണ്ഡവ വംശങ്ങളുടെ സന്താന ബീജമായി അവശേഷിക്കുന്ന ഏക പുത്രനായിട്ടിരിക്കുന്ന എന്നെ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഉത്തരാദേവിയുടെ ഗർഭത്തിലിരിക്കുമ്പോഴേ ഞാൻ മരിച്ചതാണ്. അവിടുന്ന് ഉത്തരായ ഹതോ ഗർഭ, ഉത്തരാദേവിയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോഴേ കൊല്ലപ്പെട്ടതാണ്. ഈശയന ആജീവിത പുനഃ, ഭഗവാൻ പിന്നെ ജീവിപ്പിച്ച ആളാണ്. അപ്പൊ അവിടെ ആ ബ്രഹ്മാസ്ത്രം വന്ന്
ആ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന എന്നെ നിഗ്രഹിക്കാൻ വന്ന സമയത്ത് അന്ന് പ്രത്യക്ഷമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഭഗവാനെ. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മുഖം കാണുന്നതിന് മുൻപ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഭഗവാന്റെ രൂപമാണ്. അന്ന് പ്രത്യക്ഷമായിട്ട് കണ്ടിരിക്കുകയാണ്. അങ്കുഷ്ടമാത്രം അമലം എന്നുള്ള ഭാഗത്തിലെ ചെറിയൊരു പെരുവിരലിന്റെ വലുപ്പത്തില് ആ ഗർഭപാത്രത്തിനകത്ത് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് എല്ലാ അപകടത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പ്രസവം വരെ ഞാൻ പ്രത്യക്ഷമായി കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രസവിച്ചിട്ട് അവിടെ വെച്ച് തീർന്നു, പിന്നെ കണ്ടിട്ടില്ലേ, പിന്നെ കേട്ടിട്ടുണ്ട്. പിന്നെ അന്ന് പ്രസവിച്ച അപ്പം മുതൽക്ക് ഞാൻ ഈ നിമിഷം വരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരുടെ കഥയാണ്? തത്ര തത്രോപശൃണ്വാന സ്വപൂർവേഷാം മഹാത്മന. പരീക്ഷത്ത് കേട്ട് വളർന്നത് മുഴുവൻ ആരുടെ കഥയാണ്? കൃഷ്ണന്റെ കഥയാണ്. പാണ്ഡവന്മാർ കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ്. സകല അപകടങ്ങളിൽ നിന്നും പാണ്ഡവന്മാരെ കൃഷ്ണൻ രക്ഷിച്ചതിന്റെ കഥയാണ്. അപ്പൊ ആ ഭഗവാനെ കുറിച്ച് കേട്ടിട്ടാണ് ഞാൻ വളർന്നത്. ആ ഭഗവാനെ കണ്ടിട്ടാണ് ഞാൻ ഗർഭത്തിനകത്ത് വളർന്നത്. ആ ഭഗവാന്റെ പുത്രനായിട്ടാണ് ഞാൻ വളർന്നത്. ആ ഭഗവാന്റെ മടിയിൽ വളർന്ന കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് ആ കണ്ണന്റെ കഥയാണ് എനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുള്ളത്. അത് എനിക്ക് ഇനിയും പറഞ്ഞു തരണേ. അത് പറഞ്ഞു തന്നിട്ട് എനിക്ക് എത്ര കേട്ടിട്ട് എനിക്ക് മതിയാവണില്ല. ഇനി അത് മാത്രമല്ല, ഈ പരീക്ഷത്തിനെ രക്ഷിച്ച, പാണ്ഡവന്മാരെ രക്ഷിച്ച ഒരു കൃഷ്ണന്റെ കഥയാണോ? അല്ലേ? വീര്യാണി തസ്യ അഖില ദേഹഭാജം. സകല ചരാചരങ്ങളുടെയും അകത്തും പുറത്തും ഒരുപോലെ നിറഞ്ഞിരുന്ന് സകലരെയും അനുഗ്രഹിച്ച, സകലരെയും സകല ചലനങ്ങളിലും ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ഈശ്വരന്റെ കഥയാണ്. എനിക്കത് കേട്ടിട്ട് മതിയാവണില്ല. അതുകൊണ്ട് ഇനിയും പറഞ്ഞു തരണേ. എന്ന് വെച്ചാൽ പരീക്ഷത്ത് കൃഷ്ണനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കാൻ പോവല്ല, ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നില്ല. ഈ ഇപ്പൊ പരീക്ഷത്തിന് ശ്രീ ശുബ്രഹ്മണ്യ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന കഥകളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്കത് കേട്ടിട്ട് മതിയായിട്ടില്ല. ഇനിയും എനിക്ക് കേൾക്കണേ. ഇനി ഗുരുക്കന്മാർക്ക് ചില രീതികളുണ്ട്. ചോദ്യം ഇവിടെ ചോദിച്ചാലേ, ശിഷ്യന്മാര് ചോദിച്ചാലേ ഉത്തരം പറയുള്ളൂ, അല്ലെങ്കിൽ അത് വേണ്ടാന്നാണ്. അങ്ങനെയുണ്ട്. ഇപ്പൊ പരീക്ഷത്ത് ചോദിച്ചാൽ മാത്രമേ ശ്രീ ശുബ്രഹ്മണ്യ പലതും പറയാറുള്ളൂ. ഇന്നലെ അജാമിളന്റെ കഥ പറയുമ്പോഴും പറഞ്ഞല്ലേ, ചോദിച്ചിട്ടില്ലെങ്കിൽ അതങ്ങോട്ട് വേണ്ടാക്കാം, അത് പറയണ്ടെന്ന് വെക്കാം. കാരണം അവർക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ളതാണ് പറയാം. നമ്മുടെ പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു രീതിയാണ്. ഇപ്പോഴത്തെ കാലത്തും അന്നത്തെ കാലത്തുള്ള ഒരു വ്യത്യാസമാണ്. ഗുരുകുല വിദ്യാഭ്യാസത്തില് ചോദ്യം ചോദിക്കണയാള് ശിഷ്യനും ഉത്തരം പറയുന്നയാള് ഗുരുവാണ്. ശിഷ്യന് എന്താണോ അറിയാനുള്ളത് അത് ചോദിക്കും, അതിന്റെ ഉത്തരമാണ് ഗുരു പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൽ നേരെ തിരിച്ചായി. അധ്യാപകൻ ചോദ്യം ചോദിക്കും, ശിഷ്യൻ ഉത്തരം പറയും. അങ്ങനെയായി പോയത്. അപ്പൊ അവിടെ വ്യത്യാസമുണ്ട്. പഠിപ്പിക്കുന്ന രീതിയിലും പഠിക്കുന്ന രീതിയിലും ഒക്കെ അവിടെ വ്യത്യാസം വരികയാണ്. ചോദ്യം ചോദിച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ചിട്ട്, അതും കൂടി ഉണ്ട്. ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ചിട്ടാണ് ഗുരു ശിഷ്യനെ സമർത്ഥനാക്കുന്നത്. അങ്ങനെയാണ് സമർത്ഥനാക്കേണ്ടത്. ചോദ്യം ചോദിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. എന്നിട്ട് ചോദ്യം ഉള്ളിലുണ്ടായാൽ അപ്പൊ അതിന് ഉത്തരം പറഞ്ഞു. അങ്ങനെയാണ് പതിവ്. ഞാൻ ചോദിക്കാത്തത് കൊണ്ടാണ് അങ്ങ് ഇനിയിപ്പോ കൃഷ്ണന്റെ കഥ പറയണ്ടെന്ന് വിചാരിച്ചത്. അങ്ങനെയാണെങ്കിലോ, ഞാൻ ഇതുവരെ ചോദിച്ചില്ലല്ലോ, പിന്നെ പരീക്ഷത്ത് കുറെ കേട്ടതല്ലേ, വേണ്ട. അങ്ങനെ ചുരുക്കിയതാണോ അങ്ങ്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ, ചോദ്യം ഇല്ലാത്തത് തൊട്ട് അങ്ങ് ഉത്തരം പറയാണ്ടിരിക്കണ്ട. പിടിച്ചോ, കുറെ ചോദ്യങ്ങൾ എന്ന ഭാവത്തിൽ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. ഈ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ തന്നെ പരീക്ഷത്തിന് കൃഷ്ണന്റെ കഥ നന്നായിട്ട് അറിയണം. അത്യാവശ്യം നന്നായിട്ട് ഈ കഥകൾ അറിയണം. അറിയണേ ആൾക്കാർ ഈ ചോദ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഈ ചോദ്യം ഉണ്ടാവില്ല. രോഹിണ്യ സ്തനയ പ്രോക്തോ രാമസംഘർഷണസ്തയ ദേവക്യ ഗർഭസംബന്ധ കുതോ ദേഹാന്തരം വിന. അങ്ങ് നവസ്കന്ധത്തിൽ അവസാനിപ്പിക്കുമ്പോൾ പറയണ്ടായി, പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, രോഹിണീപുത്രനാണ് കൃഷ്ണൻ, രോഹിണീപുത്രനാണ് ബലരാമൻ എന്ന് ഞാൻ കേൾക്കണ്ടായിട്ടുണ്ട്. ദേവകിയുടെ പുത്രനാണ് കൃഷ്ണൻ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഈ കൃഷ്ണന്റെ ഏട്ടനാണ് ബലരാമൻ. അതെങ്ങനെ ശരിയാവും? അതെങ്ങനെയാ ശരിയാവുക? രോഹിണീപുത്രൻ ദേവകീപുത്രന്റെ സഹോദരൻ എങ്ങനെയാവുക? കുതോ ദേഹാന്തരം വിന. അങ്ങോട്ടും കൂടെ ശരീരം വെച്ച് മാറുകയോ അല്ലെങ്കിൽ ഗർഭം വെച്ച് മാറുകയോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് രോഹിണിയുടെ മകൻ ദേവകിയുടെ മകന്റെ സഹോദരനാവുക? കസിൻ അപ്പുറത്തേക്ക് അങ്ങനെയൊക്കെ ഒന്നുമല്ലല്ലോ, നേരെ ജ്യേഷ്ഠൻ എന്ന് എങ്ങനെയാ പറയാൻ കാരണം? അപ്പൊ അതിന്റെ രഹസ്യം എന്താവും? കഥ നല്ലോണം അറിയണല്ലോ, എന്നാലല്ലേ ഈ ചോദ്യം ചോദിക്കാൻ വകുപ്പുള്ളൂ. അപ്പൊ ആ കഥ എനിക്ക് പറഞ്ഞു തരണം. പിന്നെ കസ്മാൽ മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാൽ വ്രജം ഗത. അടുത്ത ഒരു ചോദ്യം, ഭഗവാനെ എത്ര കാലമാണ് മധുരയിലുണ്ടായത്? എത്ര കാലമാണ് വൃന്ദാവനത്തിലുണ്ടായത്? എത്ര കാലമാണ് ദ്വാരകയിലുണ്ടായത്? വൃന്ദാവനത്തിൽ തന്നെ ഭഗവാൻ ഗോകുലത്തിൽ കുറച്ചു കാലം ഉണ്ടായി,
പിന്നെ ഇപ്പുറത്ത് വൃന്ദാവനത്തിൽ ഇപ്പുറത്തേക്ക് വന്നു. ഇതൊക്കെ ഭഗവാൻ ഓരോരോ കാലത്ത് എത്ര കാലം വീതം ഓരോരോ സ്ഥലത്തും ഭഗവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് പറഞ്ഞാൽ അതും കൃഷ്ണന്റെ കഥ നല്ലോണം അറിയണം. അപ്പോഴാണല്ലോ ഈ ചോദ്യം ഉണ്ടാവുക. ഭഗവാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ മാറി മാറിയാണ് താമസിച്ചത്. കുറച്ചു കാലം വൃന്ദാവനത്തിലുണ്ടായി, കുറെ കാലം മധുരയിലുണ്ടായി, പിന്നെ ദ്വാരകയിലുണ്ടായി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറിയിട്ടാണ് ഭഗവാൻ താമസിച്ചത് എന്ന് അറിയണമല്ലേ ഈ ചോദ്യം ചോദിക്കുള്ളൂ. എത്ര അപ്പൊ കൃഷ്ണന്റെ കഥ നല്ലോണം അറിയാം പരീക്ഷത്തിന് അർത്ഥം. അത് മാത്രമല്ല, ഇനി ഭഗവാൻ ദേഹം മാനുഷം ആശ്രിത്യ, ഭഗവാൻ ഒരു മനുഷ്യരൂപം ധരിച്ചിട്ട് ഭഗവാൻ കൃഷ്ണാവതാരം എടുത്തിട്ട് എത്ര കാലം ഭൂമിയിലുണ്ടായി ഭഗവാൻ? അതെന്താ 125 കൊല്ലം എന്നല്ലേ? അവിടെ ഒരു കുഴപ്പമുണ്ട്. ഭാഗവതത്തിലും പിന്നെ പല സ്ഥലത്തും ഒക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 120 എന്ന് കുറച്ച് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, 125 എന്നും പറഞ്ഞിട്ടുണ്ട്, രണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലിപ്പോ ഏതാ ശരി? 120 കൊല്ലാണോ അതോ 125 കൊല്ലാണോ ഭഗവാൻ ഭൂമിയിലുണ്ടായത്? അപ്പൊ അതൊരു സംശയമുണ്ട്. അപ്പൊ അതും എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇനി അത് മാത്രമല്ല, പത്നിയ കത്യ ഭവൻ, അടുത്ത വിഷയം നമുക്കും വിവാദം ഉണ്ടാക്കുന്ന വിഷയം. പത്നിയ കത്യ ഭവൻ, ഭഗവാൻ എത്ര ഭാര്യമാരുണ്ടായി? അതും ചോദ്യമാണ്. അതെന്താ ഈ ചോദ്യത്തിന്റെ വിഷയം? ഭാഗവതത്തില് ഒരു സ്ഥലത്ത് അഷ്ടൗ പത്നി എന്ന് 8 പത്നിമാരെന്നും 8 പ്രമുഖന്മാരായ പത്നിമാരെന്നും ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് 16,008 എന്ന് പറഞ്ഞിട്ടുണ്ട്, 16,008 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു സ്ഥലത്ത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 16,108 ആണ്. 16,008 ആണോ 16,108 ആണോ? രണ്ടും ഭാഗവതത്തിലുണ്ട്. ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. അല്ല, കണക്കൊക്കെ കഴിഞ്ഞപ്പോ 1, 2, 5, 10 എന്നൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതിനങ്ങോട്ട് മുകളിലേക്ക് 1000, 10,000 ഒക്കെ ആകുമ്പോൾ ഈ 100-ന് പ്രസക്തി ഒന്നുമില്ല. അതൊക്കെ ചില്ലറ അങ്ങോട്ട് റൗണ്ട് ഓഫ് ചെയ്ത് പറഞ്ഞതാവുമായിരിക്കാം. പക്ഷെ പരീക്ഷത്ത് ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്താ 16,108 ആണോ 16,008 ആണോ? അതറിയാനാ ചോദിച്ചാൽ. ഭഗവാന് പത്നിയ കത്യ ഭവൻ, എത്ര പത്നിമാരുണ്ടായിട്ടുണ്ട്? ഇങ്ങനെ ഓരോന്നും ഭഗവാന്റെ വിഷയത്തില് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ പരീക്ഷത്തിന് സാമാന്യം കൃഷ്ണന്റെ കഥകളെ കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് അറിയണം. എന്നാലല്ലേ ഈ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ, ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പരീക്ഷത്ത്. അതുകൊണ്ട് ഇനി ഞാൻ ചോദിക്കാത്തത് കൊണ്ട് അങ്ങ് ഉത്തരം പറയാതിരിക്കരുത്. അതുകൊണ്ട് എനിക്കിത് പറഞ്ഞു തരണേ, കൃഷ്ണന്റെ കഥകളെ എനിക്ക് കേൾക്കണം, അത് പറഞ്ഞു തരണേ. ഇനി ഇത് മാത്രമല്ല, ചിലപ്പോ ശ്രീ ശിവബ്രഹ്മർഷി വിചാരിക്കുന്നുണ്ടാവും, ഈ പരീക്ഷത്ത് ഇപ്പൊ 4 ദിവസമായിട്ട് ഇരിക്കുക, നമ്മളെ പോലെ അല്ലല്ലോ. നമുക്ക് രാവിലെ എണീറ്റ് നല്ല സുഖമാണ്. ഭക്ഷണം രാവിലെ എണീറ്റ് നേരെ പോയിട്ട് ആദ്യം ഒരു ചായയൊക്കെ കുടിക്കും, എന്നിട്ട് കുറച്ചു നേരം ഭാഗവതമൊക്കെ അങ്ങനെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കുകയും അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം വായിക്കും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വായിക്കണവർ ഒരാളോ 2 ആളോ ഇവിടെ ഇരിക്കും, ബാക്കി ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഇടയ്ക്ക് ഒരു ഉഴുന്നുവടയും ഒരു ചായയും ഒക്കെ കഴിച്ചാൽ അവിടെ നമ്മളൊക്കെ അങ്ങോട്ട് വരുമല്ലോ. അപ്പൊ എല്ലാവരും അങ്ങോട്ട് കൂടെ ഒക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഊണ് നേരത്തെ കഴിക്കേണ്ട പറ്റില്ലല്ലോ. ഊണ് കഴിക്കും, പിന്നെ വൈകുന്നേരം വേറെ ചായ കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി പിന്നെ തണുത്ത ഭക്ഷണവും ചായയും ഊണും ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ ഊണിൻ്റെയും ചായയുടെയും ഒക്കെ ഇടവേളകളിൽ ഇത്തിരി നേരം ഭാഗവതമാണ്. ഭാഗവതത്തിന്റെ ഇടവേളയിൽ ഭക്ഷണം നല്ല നമുക്ക് ഭക്ഷണത്തിന്റെ ഇടവേളകളെ ആനന്ദകരമാക്കിക്കൊണ്ട് ഇത്തിരി ഭാഗവതം. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ ഒരു വ്യവഹാരം. അത് നിവർത്തിയില്ല, നമ്മുടെയൊക്കെ ഒരു ശീലം അങ്ങനെയായി, അങ്ങനെ പറ്റുള്ളൂ. അത് ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിൽ ഭക്ഷണം എങ്ങനെയാ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലൊക്കെ ആണെങ്കിൽ സപ്താഹത്തിൽ ആരും വരില്ല, ആചാര്യനും ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാവില്ല. ആരാ വരാനത്? അല്ലെ, മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏകഭുക്തി, ഒരു നേരം ഭക്ഷണം കഴിക്കേണ്ടത്, അതും കഥാവസാനേ, രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ കഴിച്ചിട്ടേ സപ്താഹമൊക്കെ കഴിച്ച് സന്ധ്യാസമയത്ത് സന്ധ്യാവന്തനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നേരം ഭക്ഷണം കഴിക്കുക. അത് എങ്ങനെയാ കഴിക്കേണ്ടതെന്നറിയോ? 2 കൈ കൂട്ടി പിടിച്ചാൽ ആ കയ്യിൽ കിട്ടുന്നതാണ് കഴിക്കേണ്ടത്, അത്രയും പാടുള്ളൂ. ഒരു നേരം ഇങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ വിധിച്ചത്. നടന്ന് നമ്മളെ കൊണ്ട് പറ്റില്ല, വേണം തീർച്ചയായിട്ടും പറ്റില്ല, വിഷമാവും. അപ്പൊ ഇതൊന്നുമില്ല, നമ്മളിപ്പോ ഈ ഇടവേളകളിൽ ഇച്ചിരി നേരം ഭാഗവതമായിട്ട് ഇരിക്കുകയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. പരീക്ഷത്ത് ഇങ്ങനെയല്ലല്ലോ, അദ്ദേഹം പ്രായോപവേശം ചെയ്തിട്ടിരിക്കുകയാണ്. പ്രായോപവേശം എന്ന് വെച്ചാലോ, അത് ഘോരമായ ഒരു തപസ്സാണ്. ഈ ശാപത്തെ മനസ്സിലാക്കിയിട്ട് നേരെ ഗംഗാതീരത്ത് പോയി ദർഭപ്പുല്ല് വിരിച്ച് ഗംഗാനദിയെ നോക്കി അവിടെ ഇരുന്നതാ. ആ ഇരിപ്പ് ഇനി ശരീരം സ്വയമേവ ഇല്ലാതെയാകുന്നത് വരെ ഇരുന്ന ഇരിപ്പിൽ നിന്ന് ഇളകണില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വ്രതം. അതാണ് പ്രായോപവേശം എന്ന് പറഞ്ഞാൽ. അതാണ് ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുട്ടിയെ ഈ ജൈനമതത്തിൽ അവരും ഈ പ്രായോപവേശം അവര് ധാരാളം ചെയ്യാറുണ്ട്, എപ്പോഴും ചെയ്യാറുണ്ട്. പലരും ഈ പ്രായമായി അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും, പിന്നെ യോഗികളായ അവരുടെ ജൈനമതത്തിലുള്ള പല യോഗികളായ ആൾക്കാരൊക്കെ ഇപ്പോഴും ധാരാളമായിട്ട് ഇത് ചെയ്യാറുണ്ട്.
പ്രായോപവേശം. സ്വയം പോയിട്ട് നിരാഹാരമായിട്ട് ശരീരത്തെ ഉപേക്ഷിക്കുക. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വലിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും കൂടി അവരുടെ ഈ ജൈനമതത്തിലുള്ള അവരുടെ കുട്ടി മാറാത്ത രോഗം, എന്തോ വലിയൊരു രോഗം വന്നിട്ടുള്ള ആ കുട്ടിയെ അവര് ഇതുപോലെ പ്രായോപവേശം ചെയ്യിച്ച്, എന്നുവെച്ചാൽ ഭക്ഷണമൊന്നും ഇല്ലാതെ ശരീരം സ്വയം ഇല്ലാതെ ആവാൻ അനുവദിച്ചു. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞാൽ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ വിവാദമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രായോപവേശം യോഗികൾ പണ്ടേ ആചരിച്ചു വരുന്ന ഒന്നാണ്. പരീക്ഷത്തും അങ്ങനെ ഒരു തപസ്സിലാണുള്ളത്. ഞാൻ ഇളകുന്നില്ല. ആകെ അദ്ദേഹം അതിനിടയിൽ എഴുന്നേറ്റ തൊട്ട് സന്ദർഭത്തിലാണ് ശ്രീശുഖ ബ്രഹ്മർഷി കടന്നു വന്നപ്പോൾ. ബാക്കി ആൾക്കാർ വന്നപ്പോഴൊന്നും എഴുന്നേറ്റില്ല. ശ്രീശുഖ ബ്രഹ്മർഷി കടന്നു വന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നമസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പം അകത്തെ ഇരിപ്പ മരണം വരെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ പരീക്ഷത്തിന് ഈ ഇരുന്ന് നമുക്കിപ്പോ എത്ര നേരം ഇരിക്കാൻ പറ്റും? കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ചടി ഇളകിയൊക്കെ മാറിയിരിക്കില്ലേ? അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് പരീക്ഷത്തിന് വയ്യാതായിട്ടുണ്ടാവുമോ? ഭക്ഷണം ഇല്ല, വെള്ളം പോലും കുടിക്കുന്നില്ല, ഉറക്കമില്ല, ഇതൊന്നും ഇല്ലാണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് പരീക്ഷത്തിന് വയ്യാതായിട്ടുണ്ടാവുമോ? അങ്ങനെ ക്ഷീണമൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ കഥ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ ശ്രീശുഖ ബ്രഹ്മർഷി പറയാതിരുന്നത്? അങ്ങനെയാണെങ്കിൽ ഏഷ അതിദുസ്സഹക്ഷുത്വം. എനിക്ക് വിശപ്പും ദാഹവും കണ്ട്, മനുഷ്യ ശരീരമല്ലേ, വിശപ്പും ദാഹവും ഇല്ലാണ്ടിരിക്കൊന്നുമില്ലല്ലോ, അതൊക്കെയുണ്ട്. ഏഷ അതിദുസ്സഹ, സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ ദാഹവും വിശപ്പും ഒക്കെ ഞാൻ മറികടക്കുന്നത് എങ്ങനെയാണ്? അതിനെയൊക്കെ ഞാനിപ്പോ ജയിക്കണത് എങ്ങനെയാണ്? പിബന്ധം ത്വൻമുഖാംഭോജ ച്യുതം ഹരികഥാമൃതം. അങ്ങയുടെ മുഖത്തു നിന്ന് ഒഴുകി വരുന്ന ഈ ഹരികഥയാകുന്ന അമൃത് നുകർന്നിട്ടാണ് എൻ്റെ വിശപ്പും ദാഹവും ഉറക്കവും ഈ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ പൂർണ്ണമായിട്ടും അതിനെയൊക്കെ മറികടക്കണത് എങ്ങനെയാണ്? അങ്ങയുടെ മുഖത്തു നിന്ന് ഒഴുകി വരുന്ന ഈ കഥകളെ കേട്ടിട്ടാണ്. അതുകൊണ്ട് അങ്ങ് പറയാതിരിക്കരുത്, എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണേ. അങ്ങനെ ഈ ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യമൊക്കെ കൂടിയാണ് കേട്ടപ്പോൾ തന്നെ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് വളരെ സന്തോഷമായി. ഇത്രയും ആഴത്തിലുള്ള ചോദ്യത്തിൽ നിന്നാണ് ഉത്തരം ഉണ്ടാവുന്നത്. ആ പരീക്ഷത്തിന് ഇത്രയും വിസ്തരിച്ചിട്ട് 121 അധ്യായത്തില് കഥ പറയാൻ കാരണമായി ഈ ചോദ്യങ്ങളാണ്. ഇതുകൊണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേ ആ അവസാനത്തെ വാക്ക് കൂടി, അങ്ങയുടെ മുഖത്തു നിന്ന് ഒഴുകുന്ന ത്വൻമുഖാംഭോജച്യുതം ഹരികഥാമൃതം, അതുകൊണ്ട് പറയാതിരിക്കരുതേ എന്ന് പരീക്ഷത്തിനോട് പറഞ്ഞപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് വലിയ സന്തോഷമായി. ഭഗവതിന് പറഞ്ഞത് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പരീക്ഷത്തിനെ അങ്ങോട്ട് അർച്ചന ചെയ്തു, ശിഷ്യനെ ഗുരു അങ്ങോട്ട് അർച്ചന ചെയ്തു. പ്രത്യർച്ച്യ കൃഷ്ണചരിതം കലികൽമഷഘ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന. പ്രത്യർച്ച്യ അങ്ങോട്ട് അർച്ചന ചെയ്തിട്ടുണ്ട്. യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത, ശ്രദ്ധാരൂപത്തിൽ പരീക്ഷത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ദേവിക്ക് നമസ്കാരം എന്ന് അങ്ങോട്ട് നമസ്കരിച്ചിട്ടാണ് ഈ ഭാഗവതത്തിലെ കൃഷ്ണാവതാര കഥയെ പറയാൻ ആരംഭിക്കുന്നത്. വ്യാഹർത്തും ആരഭത ഭാഗവത പ്രധാന, ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട കഥയായ കൃഷ്ണാവതാര കഥയെ ഭാഗവതം കേട്ടതിൽ പ്രധാനിയായ പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുത്തതിൽ പ്രധാനിയായ ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചാൽ ഭാഗവത പ്രധാന കഥയ്ക്കും ബാധകമാണ്. ഭാഗവത പ്രധാനം എന്നുള്ളത് പറഞ്ഞു കൊടുത്ത വക്താവിനും ബാധകമാണ്, ശ്രോതാവിനും ബാധകമാണ്. എല്ലായിടത്തേക്കും കൂടിയിട്ടാണ് ഭാഗവത പ്രധാന എന്ന് പറഞ്ഞത്. എന്നിട്ട് കഥ പറയാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ കഥ തുടങ്ങുന്നത് എവിടുന്നാണ്? ആദ്യം അഭിനന്ദിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. സമ്യക് വ്യവസിതോ ബുദ്ധി തവ രാജർഷി സപ്തമാന്ന്. ഈ ഭാഗവതത്തില് പരീക്ഷത്തിനെ വിളിക്കുന്ന സംബോധന, ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനെ വിളിക്കുന്ന ആ അഭിസംബോധന ഉണ്ടല്ലോ, അതിങ്ങനെ മെല്ലെ മെല്ലെയാണ് ഉയർന്നു വരുന്നത്. തുടക്കത്തിലൊക്കെ പരീക്ഷത്തിനെ വിളിക്കുന്നത് ഹേ രാജൻ എന്നാണ്. അദ്ദേഹം പ്രായോപവേശം ചെയ്ത് രാജാധികാരവും രാജഭരണവും ഒക്കെ പൂർണ്ണമായും ഉപേക്ഷിച്ച് അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഗംഗാതീരത്ത് വന്നിരിക്കണ ആളാണ്. പക്ഷെ അപ്പോഴും ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനെ വിളിക്കണത് എന്താ? ഹേ രാജൻ, ഹേ രാജൻ, രാജാവേ എന്നാണ് വിളിക്കണത്. അപ്പോഴും അങ്ങനെയാണ് വിളിക്കണത്. പക്ഷെ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഈ ഋഷാവതാരത്തിലൊക്കെ എത്തുമ്പോഴേക്കും എന്തായെന്ന് അറിയാം? ഹേ രാജഋഷി. പരീക്ഷത്തിന്റെ ശ്രദ്ധ വളർന്നു വരുന്നതും പരീക്ഷത്തിന്റെ ഏകാഗ്രത വർദ്ധിച്ചു വരുന്നതൊക്കെ ശ്രീശുഖ ഗുരുവിനറിയാലോ ശിഷ്യന്റെ വളർച്ച. അങ്ങനെ കൃത്യമായി അളന്നു നോക്കിയിട്ടെ ആ പരീക്ഷത്തെ എവിടെ എത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ വിളിക്കുന്നതാണ് ഹേ രാജർഷി. രാജർഷി എന്നല്ല, രാജർഷി സപ്തമ എന്നാണ് വിളിച്ചത്. എന്നുവെച്ചാൽ പരീക്ഷത്ത് അത്രയും ഉയർന്നുണ്ട് അദ്ദേഹത്തിനുള്ള ബോധ്യത. അത് കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ കാണാം ഭാഗവതത്തിന് അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഹേ ബ്രഹ്മൻ.
അങ്ങ് ബ്രഹ്മനാണ്. അവിടേക്ക് മാറ്റി വിളി. അത് ആ അഭിസംബോധനയുടെ പരീക്ഷത്തിന്റെ വളർച്ച ശിശുബ്രഹ്മർഷി ഇങ്ങനെ അസസ് ചെയ്യാണ്, അങ്ങനെ തൂക്കി നോക്കിയിട്ട് അവിടേക്ക് എത്തിച്ചിരിക്കുന്നത് ബ്രഹ്മനായി എന്ന് നോക്കണ്ടേ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടേ, ശിശുബ്രഹ്മർഷി വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങേക്ക് 7 ദിവസം ഉണ്ടല്ലോ, സപ്താഹമുണ്ടല്ലോ, ഞാൻ അങ്ങയെ മുക്തിയിലേക്ക് ഞാൻ എത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പൊ പിന്നെ അവിടേക്ക് പോകണുണ്ടോ എന്നങ്ങ് നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹം. അതുകൊണ്ട് നോക്കിയിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ രാജർഷി സപ്തമ എന്ന് വിളിച്ചിട്ടാണ് കഥ പറയാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞു, അങ്ങയുടെ ഈ ചോദ്യം ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യുന്നതാണ്. അതെപ്പോഴും എല്ലാ ഗുരുക്കന്മാര് എന്ത് ചോദിച്ചാലും പറയണതാണ്, കൃതോ ലോകഹിതം, അങ്ങയുടെ ചോദ്യം ലോകത്തിന് മുഴുവൻ നന്മയുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ ഭഗവാന്റെ കഥകളെ കുറിച്ചുള്ള ചർച്ച ഉണ്ടല്ലോ, പുരുഷാൻ സ്ത്രീൻ എന്ന 3 ആളുകളെ അത് മുക്തരാക്കുന്നു. ചോദ്യം ചോദിക്കുന്നയാള്, ഉത്തരം പറയുന്നയാള്, കേൾക്കുന്നയാള്. ചോദ്യം ചോദിക്കുന്ന ആൾ തന്നെയല്ലേ കേൾക്കണത്? ചോദ്യം ചോദിക്കുന്ന ആൾ മാത്രമല്ലല്ലോ, ചോദിക്കാതെ ബാക്കിയുള്ളവരും കേൾക്കൂല, കൂടെ അപ്പുറത്ത് ഇരിക്കുന്നവരൊക്കെ കേൾക്കുമല്ലോ. അപ്പൊ ചോദ്യം ചോദിക്കുന്നയാൾക്കും അത് മുക്തിയാണ്, പറയുന്നയാൾക്കും അത് മുക്തിയാണ്, അതോടൊപ്പം കേൾക്കുന്ന ബാക്കി ആളുകൾക്കും അത് മുക്തിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും മുക്തി അരുളുന്ന കൃഷ്ണകഥ അങ്ങ് ചോദിച്ചത് വളരെ നന്നായി എന്ന് പറഞ്ഞിട്ട് കഥ പറയാൻ തുടങ്ങി. അപ്പോൾ കഥ തുടങ്ങണത്, പിന്നെ ഈ കഥ അറിയാത്ത പാലുള്ളത് കൃഷ്ണാവതാര കഥ ഇതേപോലെ ഒരു അവസരം കിട്ടിയ മൈക്കിന്റെ മുമ്പിൽ ഇരുന്നാൽ പറയാൻ ഒരുവിധം എല്ലാവർക്കും പറ്റും. ഇപ്പൊ നമ്മുടെ ഭാരതത്തില് അത്യാവശ്യം ഒരു കുറച്ചൊക്കെ ഒരു ആധ്യാത്മിക ചിന്തയും ലേശമൊക്കെ ഈ കഥകളെ കുറിച്ചുള്ള ഒരു ധാരണയുള്ള ഒരുവിധ ആളുകൾക്കൊക്കെ കൃഷ്ണാവതാര കഥ പറയാൻ ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും അറിയണ കഥയാണ്. പക്ഷെ എന്നാലും നമുക്കൊന്നും മതിയാവില്ല, ഇനിയും കേൾക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ പറയണ ആൾക്ക്, ചോദിക്കണ ആൾക്ക്, കേൾക്കണ ആൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് വീണ്ടും പറയാമെന്നാണ്. അപ്പൊ കഥ പറയാൻ തുടങ്ങിയത് ഭൂമിദേവിയുടെ സങ്കടം പറഞ്ഞുകൊണ്ടാണ്. ഭൂമിദ്രപ്ത നിർഭവ്യാജ, ഭൂമിയിലെ ദുഷ്ടന്മാരായ ആളുകളൊക്കെ, രാക്ഷസന്മാരായിട്ടും അസുരന്മാരായിട്ടുണ്ടായിരുന്നവരൊക്കെ ശ്രീരാമാവതാര പര്യന്തം അവരെയൊക്കെ ഭഗവാന്റെ തൃക്കൈകളെ കൊണ്ട് കൊല്ലപ്പെട്ടിട്ട് പോലും അവർക്കൊന്നും മുക്തി കിട്ടിയില്ല. പല ആൾക്കാർക്ക് മുക്തി കിട്ടിയിട്ടില്ല. ഈ മുക്തി കിട്ടാത്ത ഈ രാക്ഷസന്മാരും അസുരന്മാരും ഒക്കെ ദ്വാപരയുഗം ഏകദേശം അവസാനിക്കാറായ സമയത്ത് ഇവരൊക്കെ കൂടി ഭൂമിയിലെ ക്ഷത്രിയന്മാരായി രാജ്യം ഭരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് വന്നു ചേർന്നു. ദ്വാപരയുഗത്തിലല്ല, കലിയുഗത്തിലും തോന്നുന്നുണ്ട് കുറെ എണ്ണം രാക്ഷസന്മാര് അസുരന്മാരൊക്കെ ഇപ്പോഴും ഭൂമിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഭഗവാൻ വീണ്ടും വരേണ്ടിയിരുന്ന് ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അതിരിക്കട്ടെ, ഇപ്പൊ ഭഗവാന്റെ അവതാരം എപ്പോഴും എടുക്കാന്ന് ആലോചിക്കേണ്ടി വരും. അതിനൊക്കെ വേറെ വഴിയില്ല. ഏതായാലും ഭൂമിദേവിക്ക് ഈ അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും ഒക്കെ ഭാരം സഹിക്കാൻ വയ്യാണ്ടിയായി. നോക്കണേ, അതിലൊരു വൈചിത്ര്യം ഉണ്ട്. അതില് ഭൂമിയുടെ മക്കളാണ് ഭൂമിയിലുള്ള എല്ലാവരും, ഭൂമിയിലുള്ള എല്ലാ ആളുകളും ഭൂമിയുടെ മക്കളാണ്. മക്കള് അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഭാരമാവും, ഏതെങ്കിലും അമ്മയ്ക്ക് ഭാരമാവും. 15 കിലോ ഉള്ള ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് പൊന്തില്ല. 65 കിലോ ഉള്ള മകൻ എവിടെയെങ്കിലും ആക്സിഡന്റ് ആയിട്ട് വീണ് കിടക്കട്ടെ, അമ്മ എടുത്തുകൊണ്ട് ഓടില്ലേ. ഭാരം എന്ന് പറയുന്നത് എവിടെയാണ്? അത് വേറെയാണ്. അതുകൊണ്ട് ഭാരം, അമ്മയ്ക്ക് മക്കൾ ഭാരമാവും എപ്പോഴെങ്കിലും. ഒരു ഉപദ്രവമാണ്, ശല്യമാണ്, ഭാരമാണെന്ന് തോന്നുന്നു. അപ്പൊ വന്ന് കലിയുഗത്തിൽ അതും കാണുന്നുണ്ട്. മക്കളെ ഭാരമായിട്ട് മക്കളെ വിറ്റ് കളയുകയും മക്കളെ കടലിൽ എറിഞ്ഞ് കൊല്ലുകയും മക്കളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന അമ്മമാര് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. കലിയുഗത്തിന്റെ പ്രത്യേകതയായിരിക്കും. പക്ഷെ എന്നാലും സാധാരണ രീതിയിൽ അതുണ്ടാവില്ലല്ലോ. അമ്മമാർക്ക് മക്കളൊരു ഭാരമാവില്ല, അങ്ങനല്ലേ? ഒരിക്കലും ഭാരമാവാൻ സാധ്യതയില്ല എന്നിരിക്കെ ഭൂമിയിലുള്ള കുട്ടികളെ കൊണ്ട് ഭൂമിക്ക് അതൊരു ഭാരമായി എന്ന് വെച്ചാലോ, അത് ധർമ്മഗ്ലാനിയുടെ ഭാരമാണ് എന്ന് പറയും സ്വാമിജി. ധർമ്മഗ്ലാനിയുടെ ഭാരമാണ്. ധർമ്മം ക്ഷയിച്ചപ്പോഴാണ് ഭൂമിക്ക് ആ ഭാരം ഉണ്ടായത്. അതാണ് ഭൂമിയുടെ ഭാരം. ഭൂമിദേവി നേരെ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും കൂടി പാലാഴി തീരത്ത് ചെന്ന് പുരുഷസൂക്ത മഹാമന്ത്രം കൊണ്ട് എല്ലാവരും ചേർന്ന് ആ ഭഗവാനെ സ്തുതിച്ചു. നരസിംഹാവതാര രംഗം പോലെ തന്നെ എവിടെ ഉണ്ടായത്. അശരീരിയായിട്ടാണ് ഭഗവാൻ വന്നത്. ആ നരസിംഹാവതാരത്തിൽ ആ രൂപം കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ രൂപം ഉപസംഹരിച്ചു വെച്ചു. ഇവിടെ തന്റെ കൗതുകമുള്ള ആ രൂപം ഉണ്ടല്ലോ, അത് കാണിക്കാറായിട്ടില്ല എന്ന് വിചാരിച്ച ഭഗവാൻ ആ രൂപത്തിൽ പുറത്തു വന്നില്ല. പകരം ഒരു അശരീരിയായിട്ടാണ് ഭഗവാൻ. അതും നരസിംഹാവതാരത്തിൽ എല്ലാ ദേവന്മാരും കേൾക്കാൻ പാകുന്ന ഒക്കെയാണ് പറഞ്ഞത്. ഇത് കുറച്ചും കൂടി പ്രത്യേകതയുണ്ട്. ബ്രഹ്മാവ് മാത്രമേ കേട്ടുള്ളൂ. ബ്രഹ്മാവ് മാത്രം, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മാത്രം ഒരു അശരീരി പോലെ ഭഗവാന്റെ വാക്കുകളുടെ ശബ്ദം അതിനുള്ളിൽ കേട്ടു. ആരും വിഷമിക്കേണ്ടതില്ല, അധികം വൈകാതെ ഞാൻ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് അവതരിക്കാൻ പോവുകയാണ്. അവതരിച്ച ഭൂമിയുടെ ഭാരത്തെ ഞാൻ തീർക്കും, നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല.
എന്ന് മാത്രമല്ല, ഈ അവതാര ലീലകളിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ അവതാര വേദികളിലേക്ക് നിങ്ങൾക്കും പോകാം. അത് ഇതുവരെ ഒരു അവതാരത്തിലും പറയാത്തതാണ്. ഒരു അവതാരത്തിലും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരു ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് ആവാം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ നോക്കിക്കോളാന്നേ എല്ലായിടത്തും പറയാറുള്ളൂ. ഈ അവതാര രീതികളിൽ പങ്കെടുക്കാൻ ഭഗവാൻ എല്ലാവർക്കും കൂടെ അവസരം കൊടുത്തു. അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിച്ചു ഭഗവാൻ. എല്ലാവർക്കും അതിലും സമാധാനമായി, സന്തോഷമായി. അവരൊക്കെ തിരിച്ചു വന്നു. ഭൂമിദേവിയെ എല്ലാവരും ആശ്വസിപ്പിച്ചു. ഭൂമിക്കും സന്തോഷമായി, ഭഗവാൻ അവതരിക്കാൻ പോകണമെന്നുള്ളത് കൊണ്ട് ഭൂമിക്കും സന്തോഷമായി. എല്ലാവരും കൂടി തിരിച്ചു വന്നു. പിന്നെ ഈ ആളുകളൊക്കെ, ഈ ദേവന്മാര്, ഗന്ധർവന്മാര്, ഋഷികള്, ഇവരൊക്കെയാണത്രേ ഭൂമിയിൽ ഈ വൃന്ദാവനത്തിലും മധുരയിലും ദ്വാരകയിലും ഹസ്തനാപുരത്തിലും ഈ കൃഷ്ണാവതാര ലീലകൾ നടന്ന ദിക്കുകളിലൊക്കെ പല ആളുകളായിട്ട് പല രൂപത്തില് പല പേരുകളില് ഇവരെന്നെയാണെന്ന് അവതരിച്ചതാണ്. ഈ ഭാഗവതത്തിൽ അത് വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ വേറെ പല പുരാണങ്ങളിലൊക്കെ അത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. ഈ ദേവീഭാഗത്ത് തന്നെ ഉണ്ട് കുറെ ആൾക്കാരുടെ ഈ അവതാര കഥകളൊക്കെ. ഏതൊക്കെ ദേവന്മാരാണ് ആരൊക്കെയായിട്ട് വന്നത് ദേവീഭാഗത്തിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെയും പല പുരാണങ്ങളിലായിട്ട് അത് വിസ്തരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ കൃഷ്ണാവതാര ലീലകൾ വർണ്ണിക്കുമ്പോൾ നമ്മൾ പേര് പറയണ മഹാത്മാക്കളായ പല ആൾക്കാരുണ്ടല്ലോ, ഒക്കെ ഏതൊക്കെയോ ഭഗവാന്റെ ദിവ്യ അവതാരങ്ങളാണ്. അവരൊക്കെ ഓരോരോ ദേവന്മാരുടെ അംശമായിട്ട് ഭൂമിയിലേക്ക് വന്നവരാണ് അവരൊക്കെ തന്നെ. എന്തിനാ കൃഷ്ണാവതാര ലീലയിൽ പങ്കെടുക്കാൻ. അതിൻ്റെ ഇടയിൽ വരാത്ത ഒരാളുണ്ട്. ആരായിരിക്കും? ദേവേന്ദ്രൻ. അങ്ങനത്തെ അവതാരത്തിൽ പങ്കെടുക്കാനൊന്നും ഞാൻ വരില്ല. പിന്നെ വരും എപ്പോഴാ മഴ പെയ്യിച്ചിട്ട് മാപ്പ് പറയാൻ വരും. അങ്ങനത്തെ ഏടാക്കൂടത്തിനെ വരുള്ളൂ. ദേവേന്ദ്രൻ മാത്രം അങ്ങനെ ചെയ്യുള്ളൂ. അത് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ആരാ ദേവേന്ദ്രൻ? നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സാണ്. ഇങ്ങനത്തെ നല്ല കാര്യത്തിലൊന്നും പങ്കെടുക്കാതെ അതിലൊക്കെ ഇടാകൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാര്? അത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അത് മറന്നു പോകരുത്. ബാക്കി എല്ലാവരും വന്ന കഥകളൊക്കെ ഉണ്ട് വിസ്തരിച്ചിട്ട്. ഏതായാലും അവരൊക്കെ വന്നു. അപ്പൊ ആ സമയത്താണ് ഭഗവാന്റെ അച്ഛനും അമ്മയുമാകാൻ ഭാഗ്യം കിട്ടിയ രണ്ടാൾക്കാര്, വസുദേവരുടെയും ദേവകിയുടെയും അവരുടെ വിവാഹ രംഗമാണ് ഉള്ളത്. അവരുടെ വിവാഹ കഥകളാണ്. അപ്പൊ ദേവകിയുടെയും വസുദേവരുടെയും വിവാഹം അതിഗംഭീരമായിട്ട് നടന്നു. മധുരയിലാണ് രംഗം. മധുര ഭരിക്കുന്നത് ഉഗ്രസേനൻ എന്ന മഹാരാജാവാണ്. പക്ഷെ അദ്ദേഹം വെറുതെ ഇങ്ങനെ ഒരു പേരിനവിടെ ഇരിക്കേണ്ട പണിയുള്ളൂ. ഭരണ നിർവഹണമൊക്കെ നടത്തുന്നത് ആരാണ്? ഇത് കംസനാണ്. മകനായ കംസനാണ്. ഉഗ്രസേനനും കംസനും ഒക്കെ ഭരിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ യാദവന്മാരുടെ കൂട്ടത്തിൽ കുറെ ഉൾപിരിവുകളുണ്ട്. അവരുടെ കുറെ ഉപവിഭാഗങ്ങളുണ്ട്. കുറെ ആൾക്കാർ, ശൂരസേനന്മാര്, മാധുരന്മാര്, അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഉണ്ടല്ലോ മടുത്തിട്ട്, ഈ കംസന്റെ ഒക്കെ ദുർഭരണം കൊണ്ട് മടുത്തിട്ട് അവരൊക്കെ നാട് വിട്ട് പല സ്ഥലത്ത് മാറി താമസിക്കാൻ. അവിടെ ആരും വരാണ്ട് എല്ലാവരും നാട് വിട്ടു തുടങ്ങി. ആ കാലത്താണ് ഈ ദേവകിയുടെ വിവാഹം നടക്കുന്നത്. അപ്പൊ കംസന് പൊതുവെ നാട്ടിലൊരു സാമാന്യം ഭേദപ്പെട്ട ഒരു ചിത്തപ്പേരുണ്ട്. അത്യാവശ്യം ആൾക്കാരുടെ ഇടയിൽ ഒരു മോശമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ കൊണ്ട് അല്ല, അദ്ദേഹം വിവാഹം കഴിച്ചത് ജരാസന്ധന്റെ 2 പെൺകുട്ടികളെയാണ്. അസ്ഥി, പ്രാപ്തി, 2 പേരെയാണ് വിവാഹം കഴിച്ചത്. ഇപ്പൊ ജരാസന്ധൻ അദ്ദേഹം തന്നെ സ്വയമേവ ഒരു ദിവ്യമായിട്ടുള്ള ജന്മമാണ്. അതിന് പുറമെ അദ്ദേഹത്തിന് കുറെ കൂട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് കുറെ ആൾക്കാരുണ്ട്. സകല ആൾക്കാരും ഈ രാക്ഷസന്മാര്, ദുഷ്ടന്മാര്, അങ്ങനത്തെ അല്ലാണ്ട് ഒറ്റയൊന്നുമില്ല. അപ്പൊ ഈ കംസന് ഭാര്യാപിതാവ് എന്നുള്ള നിലയ്ക്ക് ജരാസന്ധനോടും പിന്നെ ആ കൂട്ടത്തില് ഈ പറഞ്ഞ സകല രാക്ഷസന്മാരും അസുരന്മാരും ഒക്കെ കംസന്റെ കൂട്ടുകാരുമായി. പിന്നെ അവരെയൊക്കെ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടുവന്ന് മധുരയിൽ കൊണ്ടുവന്ന് വെച്ചു. മധുരയുടെ മന്ത്രിസഭയിൽ മുഴുവൻ ഉള്ളത് ഈ രാക്ഷസന്മാരും ഇതൊക്കെ. പിന്നെ നാട്ടില് അത്യാവശ്യം ഉപദ്രവമായി. കംസനെ കൊണ്ട് സഹിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളാണ്. ഈ പൊതുവെ ഏത് കാലത്തും രാഷ്ട്രതന്ത്രത്തിലുള്ള ഒരു ബോധപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ, രാജാവിനെതിരെ, ഭരണത്തിനെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നമോ വിവാദമോ ബഹളം ഉണ്ടായാൽ ശ്രദ്ധ മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു സാധാരണ ഉണ്ടാക്കിയ അപ്പൊ എന്തായി, ഇവിടുന്ന് ശ്രദ്ധ അങ്ങോട്ട് പോകുമല്ലോ. ജനങ്ങൾ ഏത് കാലത്തും അങ്ങനെയാണ്. കൂടുതൽ വലിയ ഒച്ച ഉണ്ടാക്കി അങ്ങോട്ട് തിരിഞ്ഞു പോകും. ഇപ്പുറത്തെ ബഹളം മറന്നു പോകും. അത് ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. വലിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായി അതിന് അപ്പുറത്ത് വേറെ ഒന്നും ഉണ്ടാക്കും. എന്നിട്ട് ഇത് ഒഴിവാകും. അപ്പൊ അങ്ങോട്ട് പോകും എല്ലാവരും കൂടി അങ്ങോട്ട് കൂടിയാലോ. അപ്പൊ അത് പ്രശ്നമായി എന്ന് തോന്നിയാൽ അപ്പൊ അത് മാറ്റി പുറത്തുനിന്ന് ഉണ്ടാക്കും. ഇതിങ്ങനെ ആളുകളുടെ ശ്രദ്ധ, നമ്മളൊന്നിലും ഒരു കാര്യത്തിലും നമ്മൾ അത് അവസാനിക്കുന്നത് വരെ അതിനെ ഫോളോ ചെയ്ത് അത് അവസാനിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ പത്രവും ചാനലും ഒക്കെ കൂടി വന്നതോട് കൂടിയിട്ട് പിന്നെ അത് പൂർണ്ണമായി പോയി. മറ്റത് കുറച്ചെങ്കിലും ആരെങ്കിലുമൊക്കെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ അതുമില്ല, പൂർണ്ണമായിട്ട് അത് പോയി. അപ്പൊ അത് ഏത് കാലത്തുള്ളതാണ്. അപ്പൊ കംസന് ഇതുപോലെ ഒരു അവസരം കിട്ടിയതാണ്. തന്റെ ഉഗ്രസേനന്റെ അനുജന്റെ മകളാണ് ദേവകി, ദേവകന്റെ മകളാണ് ദേവകി. അപ്പോ ചെറിയച്ഛന്റെ മകളുടെ വിവാഹം കംസന് ഒരു അവസരം കിട്ടിയതാണ്. അപ്പൊ ആളുകളുടെ ശ്രദ്ധയൊക്കെ മാറ്റണം. അതിഗംഭീര ആഘോഷം.
അതിഗംഭീരമായ ആഘോഷമൊക്കെ അങ്ങനെ തുടങ്ങിയപ്പോൾ ആളുകളൊക്കെ പിന്നെ അതിന്റെ പുറകെയായി. മാത്രമല്ല ആഘോഷവും അതിന്റെ ബഹളവും ഒക്കെ വന്നപ്പോഴേ ആൾക്കാർ മെല്ലെ മെല്ലെ പറഞ്ഞു തുടങ്ങി, കംസനെ വിചാരിച്ചത്ര മോശക്കാരനൊന്നും അല്ല കേട്ടോ, അയാൾ കണ്ടില്ലേ അനിയത്തിയോട് എന്തൊരു സ്നേഹമാണ്, അനിയത്തിക്ക് വേണ്ടി എന്തൊക്കെയാ അവൾ ചെയ്യണ കണ്ടില്ലേ എന്നൊക്കെ മെല്ലെ. അതാണ് എല്ലാ കാലത്തുള്ള വിദ്യകളാണ് ഇതൊക്കെ. വിഷയം മെല്ലെ മെല്ലെ അയാൾ മാറ്റി. കംസൻ അത്യാവശ്യം നല്ല ആളാന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ കംസൻ അതുവരെ ഇപ്പൊ നമ്മൾ പറയും PR വർക്കാണെന്നൊക്കെ, ഇതൊക്കെ അന്നേ ഉണ്ട് അതിന്റെ എഫർട്ട്. ഇതൊക്കെ ഏത് കാലത്തുള്ള രാഷ്ട്രതന്ത്രത്തിലുള്ള, അത് മോശമാണെന്നല്ല, രാഷ്ട്രതന്ത്രത്തിലെ ഒരു ഉപാധിയാണ്. അതൊരു ഉപാധിയാണ്. അത് കൂടുതൽ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന ആളും ജയിക്കും, അത്രേ ഉള്ളൂ. അതിൽ തെറ്റോ ശരി മോശം എന്നായിട്ട് പറയുന്നത്. അപ്പൊ കംസൻ ഈ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അതിഗംഭീരമായിട്ടൊരു സമ്മാനം കൊണ്ടുവന്ന് കൊടുത്തത്. ഈ ഉത്തരേന്ത്യയിലൊക്കെ വിവാഹം കഴിഞ്ഞാൽ വിവാഹ ഘോഷയാത്രയുണ്ട്. നമ്മൾ രുക്മിണി സ്വയംവര ഘോഷയാത്രയൊക്കെ അത് വിവാഹത്തിന് മുമ്പാണ് നമ്മളത്. പക്ഷെ ഉത്തരേന്ത്യയിൽ വിവാഹം കഴിഞ്ഞാൽ വിവാഹത്തിന് മുമ്പുണ്ട് വരണ യാത്ര, അതെല്ലാം ഒരു ഗംഭീരമാണ്. റോഡൊക്കെ ബ്ലോക്കാക്കി, എത്ര കിലോമീറ്റർ ബ്ലോക്കാക്കി എന്നാണ് ഹരിയാനയിലും ഈ ഭാഗത്തൊക്കെ ഇപ്പോഴും കുടുംബത്തിന്റെ മഹത്വം അറിയാം. എത്ര ബ്ലോക്ക് ഉണ്ടാക്കി, എത്ര അടിപിടി ഉണ്ടായി എന്നൊക്കെ അറിയണം. ഇപ്പോഴേ അങ്ങനെയാണ്. അപ്പൊ അന്ന് എന്തൊക്കെ ആഘോഷമായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിഞ്ഞാൽ വരനും വധുവും കൂടി തിരിച്ചു പോകണം. അതും വളരെ ഗംഭീരമായിട്ട് തേരിലും രഥത്തിലൊക്കെ കയറി പല്ലക്കിലൊക്കെ കയറ്റി ഇവരൊക്കെ എടുത്തുകൊണ്ടുപോയി. അങ്ങനെയൊക്കെ വലിയ ആഘോഷമാണ്. ഇവിടെ അതുപോലെ വധൂവരന്മാരെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് കംസൻ ഒരു സ്വർണ്ണ രഥം സമ്മാനമായിട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും അത്ഭുതമായി. കംസന്റെ ആ എന്താ പറയാ സമ്മാനമൊക്കെ കൊടുത്തത് കണ്ടപ്പോഴേ, ആ വെറും സ്വർണ്ണരഥം കൊടുക്കുക മാത്രമല്ല, ആ രഥത്തിലെ തേര് തെളിക്കാൻ വേണ്ടി കംസൻ തന്നെ പോയിരുന്നു. അത് ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു എന്താ അതിന്റെ വലിയ ഒരു അത്ഭുതം നമുക്ക് തോന്നില്ല. കാരണം നമ്മുടെ വണ്ടി നമ്മളെ ഓടിച്ച് പോകാറില്ലേ കാറൊക്കെ. പക്ഷെ അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് ക്ഷത്രിയ രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കൊക്കെ സാരഥിയായിട്ട് ഇരിക്കുക, സൂതനായിട്ട് ഇരിക്കുക എന്ന് വെച്ചാൽ അത് കുറച്ചൊരു കുറവാണ്, കുറച്ച് മോശമാണത്. എന്നിട്ട് ഈ സഹോദരിയുടെ വിവാഹത്തിന് വരനെയും വധുവിനെയും കൊണ്ടുപോകാൻ തേര് തെളിക്കാൻ കംസൻ തന്നെ പോയിരുന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു തുടങ്ങി, കംസന്റെ ഒരു വിനയം കണ്ടില്ലേ, ഈ കംസനെ കുറിച്ച് നാട്ടിൽ വെറുതെ ആൾക്കാരെ കുറ്റം പറയാന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ കംസൻ അത്യാവശ്യം നല്ല പേര് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിർത്തിയില്ല കംസൻ. പിന്നെ ധാരാളം ചതുശതം പാരിഗ്രഹം, കണക്കില്ലാത്ത രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും അതുപോലെ അനേക ഉപഹാരങ്ങളും ഒക്കെ ദേവകിക്കും വസുദേവന്മാർക്കായിട്ട് സമ്മാനമായിട്ട് കൊടുത്തു. ഇതൊക്കെ എടുക്കാനുള്ള ദാസി ശതൈഹിന്ന് നൂറുകണക്കിന് ആൾക്കാർ ഈ സമ്മാനം കൊടുത്തത് കൊണ്ടുപോകാൻ വേണ്ടി നൂറുകണക്കിന് ആൾക്കാർ. അപ്പൊ അത്രയൊക്കെ വലിയ സമ്മാനമൊക്കെ കൊടുത്ത് ഇതൊക്കെ കൂടി ഒരു വലിയ ഘോഷയാത്രയായിട്ട് മധുരയുടെ രാജവീതിയിലേക്കാണ് പ്രവേശിച്ചു. വസുദേവരുടെ ഗൃഹത്തിലേക്ക് പോവാണ്. ആ യാത്രയാണ്. അപ്പൊ രണ്ടു ഭാഗത്തും കാണാൻ വേണ്ടി നിറച്ച ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിലൂടെ ആ ഘോഷയാത്ര മുമ്പോട്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് ആകാശത്ത് നിന്ന് ഒരു അശരീരി കേട്ടത്. അസ്യാത്വാം അഷ്ടമോ ഗർഭോ ഹന്തായാം മഹസേ അബുധ. ഹേ വിഡ്ഢി, അങ്ങനെ വിളിച്ചത്. ഹേ വിഡ്ഢി. അവിടെ എത്ര ആൾക്കാരുണ്ട്? ഈ ഘോഷയാത്ര കാണാൻ നിൽക്കുന്നവരും അതിൽ പങ്കെടുക്കാൻ വന്നവരും ഒക്കെ കൂടിയായിട്ട് എത്ര ആയിരക്കണക്കിന് ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കണല്ലേ. ഈ ആയിരക്കണക്കിന് ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നിടത്തുനിന്ന് അശരീരിയിൽ ഉറക്കെ വിളിക്കാണ് ഹേ വിഡ്ഢി. ആ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം നല്ല ഉറപ്പുണ്ട്, ഞാനാ വിഡ്ഢി. അതുകൊണ്ട് അല്ലെങ്കിൽ അത് കംസൻ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ എത്ര ആൾക്കാരുണ്ട്. അപ്പൊ ആ കംസൻ അത് സ്വയം ഏറ്റെടുത്തതാണ്, ഞാൻ തന്നെയാ വിഡ്ഢി. എന്താ വേണ്ട എന്നുള്ള ഭാഗത്തിൽ മുകളിലേക്ക് നോക്കിയപ്പോ ബാക്കി അവിടെ നിന്ന് പറഞ്ഞു, നീ വഹിച്ചു കൊണ്ടുപോകുന്നവളുടെ 8ാമത്തെ ഗർഭത്തിൽ ജനിക്കുന്ന പുത്രൻ നിന്നെ വധിക്കും. ശരീരി കുറെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി തന്നെയത്. നീ വഹിച്ചു കൊണ്ടുപോകുന്നവളുടെ 8ാമത്തെ ഗർഭത്തിൽ, പിന്നെ ഗർഭത്തിൽ അല്ലാണ്ട് പുത്രന്മാരുണ്ടാവുന്നില്ലല്ലോ. ഏത് പുത്രനാണെങ്കിലും ഗർഭത്തിൽ തന്നെയല്ലേ ഇപ്പൊ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഇപ്പൊ എങ്ങനെ ഉണ്ടാവും? പക്ഷെ അശരീരം എടുത്തു പറഞ്ഞത് 8ാമത്തെ ഗർഭത്തിൽ ജനിക്കുന്ന പുത്രൻ. ഈ നീ വഹിച്ചു കൊണ്ടുപോകുന്നവൾ എന്ന് പറഞ്ഞതും കംസന് നേരിട്ടുള്ളതല്ല. കംസൻ നേരിട്ട് ബാധിക്കേണ്ട വിഷയമൊന്നുമില്ല, അത് ഏറ്റെടുക്കണം നിർബന്ധമൊന്നുമില്ല. അവിടെ വേറെ എത്ര ആൾക്കാരുണ്ടാവും? ഭാര്യമാരെ കൂട്ടി വന്ന ഭർത്താക്കന്മാരും മകളെ കൂട്ടി വന്നിട്ടുള്ള അച്ഛന്മാരും സഹോദരിമാരെ കൂട്ടി വന്നിട്ടുള്ള സഹോദരന്മാരും ഒക്കെ അവിടെ വേറെ ഉണ്ടാവില്ലേ? ആർക്ക് വേണമെങ്കിലും അത് ഏറ്റെടുക്കാം, ആർക്ക് വേണമെങ്കിലും ആവാം അത്. അല്ലാതെ കംസനാണ് എന്നുകൊണ്ട് കംസനോട് പറഞ്ഞിട്ടില്ല ഈ വിഡ്ഢി ഞാനാന്നുള്ളതുകൊണ്ട് മുകളിലേക്ക് നോക്കേണ്ടത് കംസൻ നേരിട്ട് അങ്ങോട്ട് ഏറ്റതാണ്. നല്ല ബോധ്യമുള്ളത് ഞാൻ തന്നെയാണ് ഇതിന്റെ ആളെന്ന്. അതുകൊണ്ട് കംസൻ അത് ഏറ്റെടുത്തതാണ്. അങ്ങനെ കംസൻ അത് ആ ശരീരമായിട്ട് കേട്ടതോടുകൂടി കംസന്റെ ഭാവമൊക്കെ മാറി. അല്ല പിന്നെ ഒന്നുണ്ട്, അതിന് ശേഷം കംസൻ ചെയ്ത കാര്യത്തിൽ കംസനെ മുഴുവൻ കുറ്റം പറയാൻ വയ്യ. ആ ശരീരം നമ്മളോടൊപ്പം പറയാ, ഇവിടെ ഇരിക്കണല്ലേ, ഈ 3ാമത്തെ കസേരയിൽ ഇരിക്കണ ആളില്ലേ, 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യും?
അത്രയൊക്കെ പിന്നെ കംസനും അതൊക്കെ തന്നെയല്ലേ ചെയ്യുള്ളൂ. പേടി വന്നാൽ പിന്നെ അയാൾ ചെയ്യണതിനെ നമുക്ക് ന്യായീകരിക്കാം, അതിന് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചാടി അവിടെ നിന്ന് എഴുന്നേറ്റു, ദേവകിയുടെ തലമുടി കുത്തിപ്പിടിച്ചു, എന്നിട്ട് വാളൂരി എന്നിട്ട് വെട്ടാൻ വേണ്ടി പുറപ്പെട്ടു. തൊട്ട് മുമ്പ് സമ്മാനമൊക്കെ കൊടുത്ത അയാളാ. സ്വാർത്ഥോന്മൂലിത സൗഹൃദ, ഈ കംസൻ പോലത്തെ ആൾക്കാരെ ഭാഗവതം വിശേഷിപ്പിച്ചതാണ്. സ്വാർത്ഥോന്മൂലിത സൗഹൃദം, അവനവന്റെ കാര്യത്തിന് വേണ്ടി മാത്രം സൗഹൃദം. അത് കഴിഞ്ഞാലോ അപ്പൊ തടികളെ അപ്പൊ അത് വേണ്ടത്. അപ്പൊ ആ കംസൻ ചാടി അവിടെ നിന്ന് എഴുന്നിട്ട് ദേവകിയെ വധിക്കാൻ പുറപ്പെട്ടപ്പോ വസുദേവര് ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ, എന്നാലും വസുദേവര് ആ ദേവകിയെ രക്ഷിക്കണമല്ലോ, നല്ലോണം ആലോചിച്ചു എന്താ ഒരു ഉപായം എന്ന് നല്ലോണം ആലോചിച്ചു. ആ ഒരു സന്ദർഭത്തിലും ഈ വസുദേവര് ഈ ഉപായങ്ങളെയൊക്കെ ക്രമത്തിൽ ചിന്തിച്ചിട്ട് പറയുക. ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിലുള്ളത്. ഭാര്യയെ കൊല്ലാൻ വേണ്ടി ഒരാൾ വാളൂരി പിടിച്ച് മുമ്പിൽ വെക്കുമ്പോ ശാസ്ത്രമൊക്കെ ആലോചിച്ചിട്ട് മറുപടി പറയാൻ, ചിന്തിക്കാനും വർത്തമാനം പറയാനൊക്കെ ഒരാൾക്ക് പറ്റുമോ? അങ്ങനെ ഉണ്ടായത്. സാമം, ദാനം, ഭേദം, ദണ്ഡം, ഇതാ ക്രമം. ആദ്യം സാമം, അതന്നെയാ പ്രയോഗിച്ചത്. കംസനയോട് നല്ലോണം പറഞ്ഞു, ശ്ലാഘനീയ ഗുണശൂരൈഹി ഭവാൻ ഭോജ യശസ്കര, ഭോജവംശത്തിന് മുഴുവൻ യശസ് പകർന്നു കൊടുത്തിട്ടുള്ള മഹാത്മാവായ ഹേ കംസ. സാമം നന്നായിട്ട് കംസനെയോട് സ്തുതിച്ച് പുകഴ്ത്തി കുറെ ഉയർത്തിയൊക്കെ നോക്കി. അത് നടപ്പില്ലാതെ പിന്നെ കംസന്റെ ഭാവം മാറുന്നില്ല എന്ന് കണ്ടപ്പോ തോന്നി. അപ്പൊ പിന്നെ അടുത്തത് എന്താ? സാമം കഴിഞ്ഞ ദാനമാണ്. പിന്നെ അടുത്തത് എന്തെങ്കിലും കൊടുത്തിട്ട് അതിന് നേരെയാക്കാൻ പറ്റുന്നു. അതാണ് പിന്നെ ചെയ്തത് വസുദേവർ. അടുത്ത ഉപായമായിട്ടത് ഉപായങ്ങളിൽ അടുത്ത ഉപായം ദാനാണ്. അപ്പൊ ദാനം കൊടുത്ത് നോക്കാം. അപ്പൊ വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 8ാമത്തെ പുത്രൻ എന്നാണ് അശരീരിയിൽ പറഞ്ഞത്. അതിനർത്ഥം 8 പുത്രന്മാരുണ്ടാവും എന്നാണല്ലോ, 8 കുട്ടികൾ ഉണ്ടാവും എന്നാണല്ലോ. അശരീരി സത്യമാണെങ്കിൽ 8 കുട്ടികൾ ഉണ്ടാവുന്നതാണ്. ഇനിയിപ്പോൾ അത് അങ്ങനെ അല്ലെന്ന് വിചാരിക്കുക, കുട്ടികൾ ഉണ്ടാവുമെന്ന് അറിയില്ല. വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എപ്പോഴാണ് കുട്ടികൾ ഉണ്ടാവുക അറിയില്ല, ഏത് കാലത്ത് ഉണ്ടാവുമെന്ന് അറിയില്ല, ഉണ്ടാകുമോ എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഒക്കെ പല സാഹചര്യങ്ങളും ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം വേണ്ടത് ദേവകിയെ രക്ഷിക്കുകയാണ്, ഈ കംസന്റെ അടുത്ത് നിന്ന് രക്ഷിക്കുകയാണെന്ന് ആലോചിച്ച് വസുദേവര് കംസനോട് പറഞ്ഞു, 8ാമത്തെ പുത്രൻ നാക്കണ്ട, ദേവകിക്ക് ജനിക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം. പുത്രാൻ സമർപ്പയിഷ്യസ്യ, ഇവൾക്ക് ജനിക്കുന്ന എല്ലാ പുത്രന്മാരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം. ഈ ദേവകിയെ മോചിപ്പിക്കണേ എന്ന് പറഞ്ഞു. കംസനും കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ട്. ഞാനും രാഷ്ട്രതന്ത്രമൊക്കെ പഠിച്ചിട്ടാണല്ലോ രാജകുമാരനായിണ്ടാവുക. ഇയാള് കംസൻ അപ്പം ആലോചിക്കണം എന്താ വെച്ചാൽ, ഈ ആൾക്കൂട്ടത്തിനെ നടുക്ക് വെച്ച് ദേവകിയെ അവിടെ നിന്ന് അപ്പം വധിച്ചാൽ ഉറപ്പായിട്ടും വസുദേവരുടെ ഭാഗത്തും കുറെ ആൾക്കാരുണ്ട്. ചിലപ്പോൾ യുദ്ധമോ ബഹളമോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ദേവകിയായിട്ട് വെറുതെ വിടാം. ദേവകി വെറുതെ വിട്ടു തൽക്കാലത്തേക്ക്. വസുദേവരും ദേവകി, പിന്നെ ആ കൊടുത്ത സമ്മാനമോ അത് ചോദിക്കണതിൽ അർത്ഥമില്ല. വസുദേവരും ദേവകിയും ആ രാജവീഥിയിൽ അനാഥരായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ ഒരു തേര് പോലും ഇല്ലാണ്ട് ആ രാജവീഥിയിൽ അനാഥരായിട്ട് അവരവിടെ കൊണ്ട് വിട്ടു. നമ്മളത് പറഞ്ഞു തുടങ്ങിയത് ഭഗവാന്റെ അച്ഛനും അമ്മയാവാൻ ഭാഗ്യം കിട്ടിയാണ്. അവിടുന്ന് തുടങ്ങി ഇതൊക്കെയാണ് അവരുടെ ഭാഗ്യത്തിന്റെ തുടക്കം. ആ രാജവീഥിയിൽ അനാഥരായിട്ട് വിട്ടു. കംസന്റെ തേരും കൊടുത്ത സമ്മാനം സാധനം അതൊക്കെ പോയി, കംസനും കൊണ്ടുപോയി. എന്നിട്ടോ ആ വസുദേവനും ദേവകിയും അവരുടെ രീതിയിൽ നടന്ന് ആ വസുദേവയുടെ ഗൃഹത്തിലേക്ക് എത്തിയപ്പോൾ കംസൻ വളരെ ബുദ്ധിപരമായിട്ട് വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തു. അങ്ങനെയാ ചെയ്തത്. ഹൗസ് അറസ്റ്റ്, വീട്ടുതടങ്കലിലേക്ക് ആക്കിയത്. നമുക്കൊക്കെ വിവാഹം കഴിഞ്ഞാൽ ഗൃഹപ്രവേശമാണ് പതിവ്, വീട്ടിലേക്ക് കയറുക പതിവ്. ദേവകിക്ക് ഗൃഹത്തിലേക്കല്ല പ്രവേശിച്ചത്, കാരാഗൃഹത്തിലേക്കാണ് പ്രവേശിപ്പിച്ചത്. അടുത്ത ഭാഗ്യം. ഇതൊക്കെയാണ് അവരുടെ ഭാഗ്യം. കുറെ വില കൊടുത്തിട്ടുണ്ട്. ഭഗവാനെ പുത്രനായിട്ട് കൊടുക്കാൻ ദേവകി വസുദേവന്മാര് കുറെ വില കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ആ പുത്രനായിട്ട് കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ആ തടവറയിൽ പോയി. പിന്നെ ശ്രീശുബ്രഹ്മണ്യ അവരുടെ കഥ ചുരുക്കുക ചെയ്തത് പെട്ടെന്ന്. ആ തടവറയിൽ കിടക്കുന്ന സമയത്ത് ആദ്യത്തെ പുത്രൻ ജനിച്ച ഉടനെ കീർത്തിമാൻ എന്ന പേരിട്ട് കൊടുത്തു. എന്ത് കീർത്തിയാ കിട്ടുക? ജനിച്ചിട്ടിപ്പോ എത്ര നാഴിക ആയുസ് ബാക്കിയുണ്ട്. ഭഗവാന്റെ മൂത്ത ജ്യേഷ്ഠൻ എന്നൊരു കീർത്തി കിട്ടും. കൃഷ്ണാവതാരത്തിൽ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ കീർത്തിമാനാണ്. അങ്ങനെ ഒരു കീർത്തി ഉണ്ടാവും. വേറെ ഒരു കീർത്തിക്ക് ഒരു സമയമില്ല ആ കുട്ടിക്ക്. എന്നിട്ട് ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് നേരെ കംസന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ആകാശത്തു നിന്ന് അശരീരിയും പുഷ്പവൃഷ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. ദേവസ്ത്രീകളൊക്കെ വസുദേവരെ പുഷ്പവൃഷ്ടി കൊണ്ട് സ്തുതിക്കുകയൊക്കെ ചെയ്തു. അതായത് അവിടെ നിന്ന് നേരെ ആ കംസന്റെ കയ്യിലെ കൊണ്ടുവന്ന് കൊടുത്തു. കംസൻ ആ കുട്ടിയെ മടിയിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴേ ചെറിയ കുട്ടി. കംസനും ആലോചിച്ചു, പിന്നെ അങ്ങനെയല്ലേ, അമായമായി പൈങ്കിളികൾക്ക് തുല്യം കുമാരകുഞ്ചം കളഭാഷിതത്തെ ആസ്വദിപ്പാൻ കഴിയാത്ത കർണം മർത്യന്നു തൻ ആനനഭൂഷ മാത്രം. കുട്ടികൾ കരയണ തന്നെ ഒരു രസം, അത് തന്നെ നോക്കിയിരിക്കാൻ രസം. അപ്പൊ പിന്നെ ശരിക്കും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ചെറിയ കുട്ടിയെ കണ്ടാൽ രസമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ മടിയിൽ ഇങ്ങനെ എടുത്തപ്പോ കംസന് തോന്നി, ഈ കുഞ്ഞിനെ കൊല്ലണ്ടാന്ന്. കംസനെ തോന്നി. എന്നിട്ട് വേഗം വസുദേവർക്ക് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുട്ടി എന്നെ കൊല്ലുന്നു കണ്ടില്ലല്ലോ, 8ാമത്തെ പുത്രനല്ലേ, അതുകൊണ്ട് അങ്ങ് പ്രതിയാതു കുമാരവയം, ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് കൊടുത്തയച്ചു. വസുദേവർക്ക് അതിൽ യാതൊരു സന്തോഷം ഉണ്ടായില്ല.
യാതൊരു സന്തോഷം ഉണ്ടായില്ല. കാരണം കംസന്റെ വാക്ക് മാറാൻ നിമിഷ നേരമേ വേണ്ടൂ എന്ന് നല്ല പോലെ അറിയാം. അതുകൊണ്ട് വാസുദേവർക്ക് യാതൊരു സന്തോഷം അതിലുണ്ടായില്ല. ദേവകിയുടെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു. ദേവകി പാല് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ദേവകിയോടും പറഞ്ഞു, ഇത് സന്തോഷിക്കരുത്, ഇത് എപ്പോൾ വേണമെങ്കിലും തീരും. ആ പറയണ സമയമായപ്പോഴേക്കും കംസൻ ഓടി വന്നു. ഈ ദേവകിയുടെ മാറത്ത് പറ്റിച്ചേർന്ന് നടക്കുന്ന ആ കുഞ്ഞിനെ അങ്ങനെ ഇങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് അബോധയൻ ശിലാപൃഷ്ഠേ, ഒരു വലിയ പാറക്കല്ലിന്റെ മുകളിലേക്ക് ആഞ്ഞടിച്ച് ആ പിഞ്ചു കുഞ്ഞിനെ അങ്ങനെ അങ്ങോട്ട് വധിച്ചു. അവിടുന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നാരദ മഹർഷിയുടെ വരവ്. അത് വളരെ വിസ്തരിച്ച് ഭാഗവത് പറഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് ഈ ദക്ഷയാഗം അല്ല എന്താ ഇവിടെ യക്ഷഗാനം എന്നൊരു സംഭവം ഉണ്ടല്ലോ കാസർഗോഡ് ഭാഗത്തുള്ള. അതിനകത്തുള്ള ഒരു പാട്ടില് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പൂര്യതാമസ്യ പാപകുംഭ. നാരദ മഹർഷി വന്നതാണ് ഇതിനാണ് ഇവന്റെ പാപത്തിന്റെ കുടം നടക്കണം. എന്നാലേ കംസന് ഭഗവാനിലേക്ക് പോകാൻ പാപവും ഈ ഭയവും ഒക്കെ ആണല്ലോ ഉള്ളത്. അപ്പൊ അത് നല്ലോണം കൂട്ടണം, എന്നാലേ വേഗം കംസന് ഭഗവാൻ പദത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കംസനെ ഒന്ന് ശരിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ പോയതാണ്. അവിടെ പോയിട്ട് ഈ 8ാമത്തെ പുത്രൻ ആരാണെന്നുള്ളത്, ജനിക്കാൻ പോകുന്നത് സാക്ഷാൽ നാരായണൻ തന്നെയാണ്. അങ്ങ് പൂർവ്വജന്മത്തിലെ കാലനേമി എന്ന അസുരനായിരുന്നു. അങ്ങയെ വധിക്കാൻ വേണ്ടി അന്ന് അങ്ങയെ വധിച്ച അതേ വിഷ്ണു തന്നെയാണ് ഇപ്പോഴും അങ്ങയെ വധിക്കാൻ വേണ്ടി 8ാമത്തെ പുത്രനായിട്ട് വരണതെന്നും ഈ 8 എന്ന് അങ്ങ് വിശ്വസിക്കരുത്, ഏത് വേണമെങ്കിലും 8ആക്കി കളയും. ഭഗവാൻ പലതരത്തിലും മായാരൂപത്തിൽ വന്നിട്ടുണ്ട്. തൂണിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി വന്നിട്ടുണ്ട്, ഒരു കാട്ടു പന്നിയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്, വെള്ളത്തിൻ്റെ അടിയിൽ മത്സ്യമായിട്ട് കണ്ടിട്ടുണ്ട്, പലയിടത്തും പല രൂപത്തിലും വരും. ഒക്കെ പല രൂപത്തിൽ ഭയപ്പെടുത്തി കംസനെ. എന്നിട്ട് പറഞ്ഞു, വിമർശ ഏതത് അശേഷണ യഥേച്ഛസി തഥാഗുരു. ഇതൊക്കെ നല്ലോണം ആലോചിച്ചിട്ട് വേണ്ട പോലെ ചെയ്തോളൂ. പിന്നെ കംസന് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? കംസന് ഭയമായി. ആ ഭയത്തോടു കൂടിയാണ് കംസൻ അവിടെ ചെന്ന്, അല്ല കംസന്റെ കയ്യിൽ ഭഗവാന് സമർപ്പിക്കാനുള്ളത് എന്താണ്? അത് ഭയ. കംസന്റെ ഉള്ള കാര്യം ഭയമാണ്. അപ്പൊ അത് നല്ലോണം ഭഗവാന് കൊടുക്കണം. അതേ നാരദ മഹർഷിയുടെ ഉദ്ദേശമുണ്ട്. അപ്പൊ അത് നല്ലോണം അങ്ങോട്ട് വർദ്ധിപ്പിച്ചു. എന്നിട്ട് നേരെ അവിടെ ചെന്നു. ആ ഭയം കൊണ്ടാണ് കംസൻ ചെയ്തതൊക്കെ. ആ ദേവകിയുടെ മാറിലുണ്ടായിരുന്ന കുഞ്ഞിനെ വധിച്ചു. അത് അവിടുന്ന് തുടങ്ങി. ജാതം അഹൻ എന്നാണ്. ജനിച്ച കുട്ടികളെ മുഴുവൻ 6 കുട്ടികൾ ജനിച്ചു. ജനിച്ച 6 പേരെയും ആ അച്ഛനമ്മമാരുടെ മുമ്പിൽ വെച്ചിട്ട് അടിച്ചു കൊന്നു. വളരെ വിഷമായി അവർക്കൊക്കെ, എല്ലാവർക്കും, നാട്ടുകാരും ഇതൊക്കെ അറിയുന്നവർക്കും ഒക്കെ വലിയ വേദനകളുണ്ട്. പക്ഷെ ആ കംസന്റെ മുമ്പിൽ ആർക്കും ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥ. അങ്ങനെ കടന്നുപോയി. ദേവകി 7ാമതും ഗർഭിണിയായി എന്നാണ് വിവരം. കംസന്റെ പേടി ഇങ്ങനെ കൂടി വരും. 6 കഴിഞ്ഞ് ഇപ്പൊ 7ആയി. ഇനിയിപ്പോ ഒന്നും കൂടി അങ്ങനെ പോയാൽ എത്തിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയം കൂടി വരികയാണ്. അങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞു, 2-3 മാസമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് വിവരം അറിയുന്നത് ദേവകിയുടെ ഗർഭം കാണുന്നില്ല. അപ്പോൾ അത് നോക്കാനൊക്കെ ആളെ വെച്ചിട്ടുണ്ട്. ദേവകി ഗർഭമുണ്ടോ, അതിപ്പോ എവിടെ എത്തി, എന്തൊക്കെയാണ് ആ ഗർഭത്തിൽ ഇതൊക്കെ നോക്കാം. എന്താ വെച്ചാൽ പേടിച്ചിട്ടാണ് നോക്കാൻ വേണ്ടി ആളെയൊക്കെ നിർത്തിയിട്ടുണ്ട്, ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ നോക്കിയിട്ടുള്ള വൈദ്യന് വന്നിട്ട് പറഞ്ഞു, ഗർഭപ്പല്ല, അലസിപ്പോയി. അങ്ങനെയുള്ള ആൾക്കാർ പറയാം, ഗർഭം അലസിപ്പോയി. അങ്ങനെയാണ് ആൾക്കാരെ നാട്ടിലൊക്കെ പ്രചരിച്ചത്. ഗർഭമൊക്കെ അഹോ വിശ്രംസിതോ ഗർഭ, അതൊക്കെ ഗർഭം അലസിപ്പോയി എന്ന് ജനങ്ങൾ പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഒരു ദേവരഹസ്യം ഉണ്ടായിട്ടുണ്ട്. അത് നാട്ടുകാർ ജനങ്ങൾ അറിയാത്തതുകൊണ്ട് അവർക്കത് മനസ്സിലായില്ല. 7ാമത് ദേവിയുടെ ഗർഭത്തിനകത്തേക്ക് അനുപ്രവേശിച്ചിട്ടുള്ളത് സാക്ഷാൽ സംഘർഷണമൂർത്തിയാണ്, ഭഗവാന്റെ വള്ളിമെത്തയായിട്ടുള്ള അനന്തൻ. ആ അനന്തനാരായണ സ്വാമിയാണ് ദേവകിയുടെ ഗർഭത്തിലേക്ക് അനുപ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ അനന്തൻ ദേവകിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഭഗവതിയെ വൈകുണ്ഠത്തിലേക്ക് ക്ഷണിച്ചു. മായയ്ക്ക് പ്രവേശനം ഇല്ലാത്ത ഒരു സ്ഥലമാണ് വൈകുണ്ഠം. അപ്പൊ ഭഗവാൻ പ്രത്യേകമായിട്ട് ദേവിയെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടു. എന്നിട്ട് പറഞ്ഞു, ദേവി പ്രത്യേകമായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. ഇപ്പോ ദേവകിയുടെ ഗർഭത്തിലുള്ള ആ സംഘർഷണമൂർത്തിയെ അവിടെ നിന്ന്, അനന്തസ്വാമിയെ അവിടെ നിന്ന് ആവാഹിച്ചിട്ട് രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റണം. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാദം, രോഹിണിയുടെ പുത്രൻ എങ്ങനെയാ ദേവകിയുടെ പുത്രനായത് ചോദ്യത്തിന് ഉത്തരവാദം. അപ്പൊ അവിടുന്ന് ആകർഷിച്ച് ഇപ്പുറത്ത് കൊണ്ടുപോയിട്ടാക്കണം. അങ്ങനെ ആകർഷിച്ച് മാറ്റുന്നത് കൊണ്ട് ഭാവിയിൽ അദ്ദേഹത്തിന് സംഘർഷണൻ എന്നൊരു പേരും കിട്ടും എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല ദേവി അവിടെ യശോദയുടെ മകളായിട്ട് അവിടെ ജനിക്കണം. എന്നിട്ടോ ഞാൻ ദേവകിയുടെ പുത്രനായിട്ട് ഇവിടെ ജനിക്കും. എന്നിട്ട് എന്നെ വസുദേവർ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ദേവി അവിടുന്ന് ഇപ്പുറത്തേക്ക് വരണം. ഇങ്ങനെ അങ്ങോട്ട് കൂടെ മ്യൂച്വൽ ട്രാൻസ്ഫർ ഒക്കെ ഇപ്പുറത്തായിട്ട് ജനിച്ചാൽ പോരെ. എന്നാല് അത് വരില്ല. കുറെ ആൾക്കാർ കുറെ വരം വാങ്ങിയിട്ട് ഈ എല്ലാവർക്കും കൊടുത്ത വരം ഒക്കെ ശരിയാക്കണം വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഒക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോഴേ അത് മുഴുവൻ ഏർപ്പാട് ശരിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ ഓരോ വേഷം കെട്ടുന്നതികൾ നടക്കേണ്ടി വരും. ഏതായാലും അതുപോലെയൊക്കെ ദേവി ചെയ്യും. അതിന് പ്രത്യുപകാരം എന്ന പോലെ ഭാരതത്തിലുടനീളം ദേവിയെ പല പേരില്
കാർത്തിയായനിയായിട്ടും ദുർഗയായിട്ടും ഭദ്രകാളിയായിട്ടും ചാമുണ്ടിയായിട്ടും രക്തേശ്വരിയായിട്ടും ഏതൊക്കെയോ പേരുകളിൽ ദേവിയെ അനേകം പേരുകളിൽ ബഹുനാമ ബഭൂവഹ അനേകം പേരുകളിൽ അനേകം രൂപങ്ങളിൽ ദേവിയെ ആരാധിക്കും എന്നൊക്കെ അനുഗ്രഹിച്ചു. ദേവിക്ക് വലിയ സന്തോഷമായി. അവിടുന്ന് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. അപ്പൊ അവിടുന്ന് ആകർഷിച്ച് പോയത് കൊണ്ടാണ് ഇവിടെ അലസിപ്പോയി എന്ന് ധാരണ ഉണ്ടായത്. അത് കഴിഞ്ഞ് കാലം കുറച്ചും കൂടി കടന്നുപോയി. പിന്നെ ഈ കംസന് ആകെ പേടിയായി. ഇനിയിപ്പോ ഗർഭം ഉണ്ടായാൽ അത് 7 എന്ന് കൂട്ടണോ 8 എന്ന് കൂട്ടണോ, ഇതെന്ത് വേണം? അലസിപ്പോയത് 7ാമത്തെയാണ് കൂട്ടണോ അതോ 8ാമത്തെ ആയിട്ട് ഇനി വരുന്നത് എങ്ങനെ വേണം? ഒരു കണക്ക് കിട്ടണം. ഇതിനു വേണ്ടിയാണ് ആ 8ാമത്തെ ഗർഭത്തിൽ ജനിക്കുന്ന പുത്രൻ അശരീരിയിൽ എടുത്ത് തന്നെ പറയേണ്ടായത്. അന്ന് ഈ ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടതാ കംസൻ. ഇല്ലെങ്കിൽ ഇവര് വൈകുന്നേരം ചർച്ചയൊക്കെ തുടങ്ങിയാണ്. ഇരുന്നിട്ട് അങ്ങനെ തുടങ്ങും. ഇത് അലസിപ്പോയത് എത്രാമത്തെ ദിവസമാണ്, അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം അത് കണക്ക് കൂട്ടാൻ. ഇതൊക്കെ പറഞ്ഞിട്ട് ചർച്ചകള് ഭയങ്കരമായിട്ട് ആളുകളൊക്കെ കൂടി അവസാനം 2 പക്ഷമായിട്ട് അതിന് വോട്ടിംഗ് ഒക്കെ വെക്കും. 7ാമത്തെയാണോ 8ാമത്തെയാണോ അങ്ങനെയൊക്കെ ഉണ്ടായത്. അതൊന്നും ഇല്ലാണ്ട് ചാനലിൽ കണ്ടുപിടിക്കാതുകൊണ്ട് രക്ഷപ്പെട്ടത്. കംസൻ കുറച്ചും കൂടി ഭ്രാന്തായി പോയത്. അല്ലെങ്കിൽ ഇപ്പൊ ഭയന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഭ്രാന്തിന്റെ വക്കത്ത് എത്തി നിൽക്കുകയാണ്. ഇപ്പൊ ഇതുകൂടിയായ തീർന്നേനെ, രക്ഷപ്പെട്ടതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് കൂടുതൽ വഷളായി പോയി. അപ്പൊ ഏതായാലും കംസൻ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് ദേവകി വീണ്ടും ഗർഭിണിയാവുന്നത്. 8ാമതും ഗർഭിണിയായി. ഇപ്പൊ 8ആണോ കംസന് കണക്കില്ല, നമുക്ക് കണക്കുണ്ട്. കഥ അറിയുന്നുണ്ട്, നമ്മുടെ കണക്ക് പറയാൻ. കംസനാകെ പരിഭ്രമത്തിലായി. ഇതിപ്പോ എങ്ങനെ കണക്ക് കൂട്ടണമെന്ന് അറിയില്ല. എന്തായാലും ഇനി ഒരു അപകടം ഉണ്ടാകരുത്, തന്റെ ശ്രദ്ധ കുറവ് കൊണ്ട് കുഴപ്പമുണ്ടാക്കരുത് എന്ന് വിചാരിച്ചാൽ തടവറയുടെ കാവലൊക്കെ വളരെ വർദ്ധിപ്പിച്ചു. ചുറ്റുപാടുള്ള ആൾക്കാരെയൊക്കെ കുറെ കൊണ്ടുവന്ന് നിർത്തി. എന്ന് മാത്രമല്ല കംസൻ തന്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു എന്താ ചെയ്യേണ്ടത്. കംസന്റെ മന്ത്രിസഭ ഗംഭീരാണ്. പ്രലംബ ഭഗ ചാണൂര തൃണാവർത്ത മഹാശനൈഹി മുഷ്ടിക അരിഷ്ട ദ്വിവിധ പൂതനാ കേശിധൈനുകൈഹി. കംസന്റെ മന്ത്രിമാരുടെ പേരാതൊക്കെ. മന്ത്രിസഭയിൽ ഒരൊറ്റ വനിതാ മന്ത്രിയുള്ളൂ, ബാക്കിയൊക്കെ പുരുഷാധിപത്യം. അവിടെ ഒറ്റ വനിതാ മന്ത്രിയുള്ളൂ, പൂതന. പൂതനയുടെ എന്താ പണി? ശിശുക്ഷേമ വകുപ്പ്. എന്ന് വെച്ചാൽ കുട്ടികളാണ് ജനിച്ച ഉടനെ കൊല്ലുക. വളർന്ന് വലുതാകുമ്പോഴാണല്ലോ അവർക്ക് ബുദ്ധിമുട്ടും ദുരിതം ഒക്കെ ഉണ്ടാവുക. ജനിച്ച ഉടനെയാണ് കെട്ടിക്കളയുക. അതാണ് പൂതന. പിന്നെ വേറെ ആൾക്കാരുണ്ട്, പ്രലംബൻ, ഭഗനാണ് ഭക്ഷ്യവകുപ്പ്. നല്ലോണം ഭക്ഷണം കഴിക്കും, ഉള്ളതൊക്കെ വെട്ടി വിഷും. അത് ഭഗൻ, അത് ചാണൂരൻ, മുഷ്ടികൻ, ശലൻ, തോശലകൻ, കുറെ ആൾക്കാരുണ്ട് അവരുടെ ആൾക്കാർ. ഇവരൊക്കെ എല്ലാം ഗംഭീരന്മാരാണ്, ഒന്നിനൊന്ന് മികച്ച ആൾക്കാരാണ്. ഇവരെല്ലാവരും കൂടി ഇതിന്റെ മന്ത്രിസഭാ യോഗം കൂടിയിട്ട് കംസനോട് പറഞ്ഞു, അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കണ്ട, അങ്ങയെ വധിക്കാൻ വേണ്ടത് വിഷ്ണു എന്നല്ലേ പറഞ്ഞത്. വിഷ്ണുവിന്റെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള പദ്ധതി ഞങ്ങൾക്കറിയാം. എന്താ പരിപാടി? മൂലം ഹി വിഷ്ണു ദേവാനാം എത്ര ധർമ്മോ സനാതന ധർമ്മത്തിലെ ആത്യന്തികമായിട്ട് ഈ ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ ശക്തി എന്ന് വെച്ചാൽ എന്താ? അത് മൂലം ഹി വിഷ്ണു ദേവാനാം, ദേവന്മാരാണ് വിഷ്ണുവിന്റെ ശക്തി. അപ്പൊ ആ ദേവന്മാരുടെ ശക്തി എന്താ? ധർമ്മ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും. അതാണ് ദേവന്മാരുടെ ശക്തി. അപ്പൊ ദേവന്മാർക്ക് ശക്തി കിട്ടണമെങ്കിൽ ധർമ്മത്തിന്റെ ആചാരവും അനുഷ്ഠാനങ്ങളും ഒക്കെ വേണം. ഈ ധർമ്മം നിലനിൽക്കണമെങ്കിൽ എന്താ വേണ്ടത്? തസ്യച ബ്രഹ്മ ഗോ വിപ്ര തപോ യജ്ഞ സദക്ഷിണ. അതിന്റെയൊക്കെ നിലനിൽപ്പ് എങ്ങനെയാണുള്ളത്? അതിന്റെ നിലനിൽപ്പ് ഗോക്കളാണ്. ധർമ്മത്തിന്റെ നിലനിൽപ്പ് വിപ്രന്മാരിലൂടെയാണ്. വേദത്തെ പഠിച്ച് അവനവന് വേണ്ടിയിട്ടല്ലാണ്ട് ലോകത്തിന്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ അറിവിനെയും തൻ്റെ ജീവിതത്തെയും തപസ്സിനെയും ലോകത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് വിപ്രൻ എന്നുള്ള പേരിന് അർഹരായിട്ടുള്ളത്. അതാണ് വിപ്രന്മാർ. അപ്പൊ അങ്ങനെയുള്ള ആ വിപ്രന്മാര്, അതുപോലെ ഗോക്കള്, അതുപോലെ യജ്ഞം എന്താണെന്ന് നമ്മൾ മുമ്പ് പറയേണ്ടായിട്ടുണ്ട്. യജ്ഞങ്ങള്, അതോടനുബന്ധിച്ചുള്ള ദക്ഷിണ, ഇങ്ങനെ ധർമ്മത്തിന്റെ ദക്ഷിണ എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇപ്പൊ ആവർത്തിക്കണം. ഇതൊക്കെ ഒരുമിച്ച് കൂടിച്ചേർന്നിട്ടുള്ളതാണ് ധർമ്മത്തിന്റെ നിലനിൽപ്പ്. അപ്പൊ എന്ത് വേണം? വിഷ്ണുവിന്റെ ശക്തി ക്ഷയിപ്പിക്കണമെങ്കിൽ വേര് തകർക്കണം. വേര് ഇതൊക്കെയാണ്. അപ്പൊ അവിടെ കൊണ്ടുവരണം. അതുകൊണ്ട് പശുക്കളൊക്കെ വെട്ടിയിട്ട് നമുക്ക് ബിരിയാണി ആക്കിയിട്ട് ഫെസ്റ്റിവൽ നടത്തി കളയാം. അതുപോലെ അപ്പൊ പിന്നെ പാലും തൈരും ഒക്കെ എന്ത് ചെയ്യും? നമുക്ക് പാക്കറ്റിലാക്കിയിട്ട് കൊടുക്കാം. അപ്പൊ ഈ പശു ഇല്ലാണ്ട് എങ്ങനെയാ പാലുണ്ടാവുക? അത് ചോദിക്കരുത്. ഇപ്പൊ 2 മാസം കഴിഞ്ഞാൽ വരും പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു എന്നൊക്കെ നമുക്ക് കേൾക്കാം. അതിന്റെ ട്രേഡ് സീക്രട്ടുകളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പൊ അവിടെ പ്രൊഡക്ഷൻ കൂട്ടുണ്ടാവുമോ അറിയില്ല. അവിടുത്തെ പശുവാണോ പ്രൊഡക്ഷൻ കൂട്ടണമെന്ന് അറിയില്ല. എന്തായാലും ഒരു വിദ്യ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പശു ഇല്ല, പക്ഷെ പാല് കൂടുതൽ വരിക. അതെവിടുന്നാ വരുന്നത് അറിയില്ല. പശുക്കള് അതിനെയൊക്കെ കൊല്ലുക. അതുപോലെ വിപ്രന്മാരെയൊക്കെ പുറത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ലോക നന്മ എന്നൊന്നും പറഞ്ഞാൽ അതിന്റെ കാര്യം സ്വന്തം കാര്യം നോക്കാൻ പഠിക്കുമെന്ന് ഇവിടെ കൊണ്ടുവരിക. അപ്പൊ അവര് സ്വന്തം കാര്യം നോക്കാൻ തുടങ്ങിയാൽ അപ്പൊ പുറത്ത് വന്ന് മറ്റുള്ള ആൾക്കാരോട് കണ്ടില്ലേ അവര് സ്വാർത്ഥന്മാരാണ്, അവര് ദുഷ്ടന്മാരാണ്,
പുറത്ത് പറയും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മുട്ടനാടിനെ ഇടിപ്പിച്ചിട്ട് ചോര പിടിക്കുന്ന കുറുക്കൻ്റെ പരിപാടി ഇല്ലേ, അതന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ തമ്മിൽ തള്ളിക്കുക, അത് നോക്കിയിരുന്നിട്ട് അതൊന്ന് ചോര പിടിക്കാൻ നടക്കുക. ഈ ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ, ഇത് അന്ന് കംസന്റെ കാലത്ത് കംസന്റെ മന്ത്രിമാര് കണ്ടുപിടിച്ച പദ്ധതിയാണ് ഇതൊക്കെ. യജ്ഞവും യാഗമൊക്കെ നടത്തിയിട്ട് എന്ത് വേണം? അമ്പലം എന്നത് നാൽച്ചുമരല്ലേ, ദൈവം വെറും ഒരു കല്ലല്ലേ, ഇതൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അവരാണ് കമ്മിറ്റിയിലൊക്കെ കയറി കൂടാൻ വേണ്ടി കൂടി പിടിച്ച് നടക്കുന്നത്. ഇതിനൊക്കെ വേണ്ടി പരക്കം പാഞ്ഞ ആൾക്കാരൊക്കെ. രാഷ്ട്രീയം അറിയില്ല, രാഷ്ട്രീയമല്ല പറയണത്. ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കടന്നു വന്ന് ഇതിലൂടെ സന്തോഷത്തോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടുകൂടി കയറി വരുന്ന ആൾക്കാരൊക്കെ സന്തോഷമാണ്, അത് നല്ല കാര്യമാണ്. പക്ഷെ ഇതല്ല പലപ്പോഴും ഉണ്ടാവുന്നത്. ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ പല ഉദ്ദേശത്തിനും വേണ്ടി ചാടി വരുന്നതിനെയാണ് നമുക്ക് പറയാനുള്ളത്. അതിനെ കുറിച്ചിട്ടേ നമുക്കൊക്കെ സങ്കടം ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ കൺസേൺ ആയിട്ടുള്ള വിഷയം നടത്തുന്നത്. ഇങ്ങനെയൊക്കെ നടന്നിട്ട് അവസാനം ഇപ്പം എന്താ വരുന്നത്? ഇതൊക്കെ അങ്ങോട്ട് തകർക്കണം. അപ്പൊ ദേവന്മാരുടെ ശക്തി ക്ഷയിക്കും. ഇത് ദേവന്മാരുടെ ശക്തി ക്ഷയിച്ചാലോ വിഷ്ണുവിന്റെ ശക്തിയും ക്ഷയിക്കും. ഇങ്ങനെ ധർമ്മം ഇല്ലാണ്ടാക്കാം, വിഷ്ണുവിനെ ഇല്ലാണ്ടാക്കാം. കംസന് തോന്നി നല്ല ഐഡിയ ആണെന്നുള്ളത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ആളുകളൊക്കെ പറഞ്ഞു വെച്ചു. അവരൊക്കെ അവിടെ ആവുന്നത് പോലെ ആളുകളൊക്കെ ഉപദ്രവിച്ചു. ഇങ്ങനെ ആ കാലം ഇങ്ങനെ പുരോഗമിക്കുന്നതനുസരിച്ചിട്ടേ ദേവകിയുടെ ഗർഭവും വലുതായിട്ട് വരുന്നുണ്ട്. കാലം കുറച്ചാണ്ട് പോയി. ഏകദേശം പ്രസവ സമയമൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഈ സമയം കുറച്ചാണ്ട് പോയി കഴിഞ്ഞപ്പോൾ കംസന് തോന്നിയത് ഞാനൊന്ന് പോയി നോക്കട്ടെ, എന്താ എല്ലാവരും പറഞ്ഞതനുസരിച്ച് ഇത് 8ാമത്തെ ഗർഭം തന്നെയാണ്, അങ്ങനെയാണെങ്കിൽ താനൊന്ന് പോയി നോക്കട്ടെ എന്ന് കംസന് തോന്നി. കംസൻ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചില ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് അവിടെ പോയി നോക്കി തടവറയിലേക്ക്. ഈ തടവറയിൽ ദേവകിയെയും വസുദേവരെയും അടച്ചിട്ട് ആ തടവറയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കംസൻ അതിൻ്റെ ഉള്ളിൽ ദേവകിയെ കണ്ടിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ വസുദേവരെയും കണ്ടിട്ടില്ല, താൻ ഏർപ്പാടാക്കിയ കാവൽക്കാരെയും കണ്ടില്ല, താനുണ്ടാക്കിയ തടവറയും കണ്ടില്ല, ഇതൊന്നും കണ്ടില്ല. അവിടെ ആകെ കണ്ടത് എന്താ പറയുക? ഒരു വലിയ ഗുഹ. ആ ഗുഹയുടെ ഉള്ളിൽ ഒരു സിംഹം ഇതിങ്ങനെ പുറകോട്ട് പതുങ്ങിയിട്ട് വാലൊക്കെ കുടിച്ച് മുകളിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ഈ കണ്ണുകൊണ്ട് തുറച്ച് നോക്കിയിട്ട് ചാടാൻ വെട്ടിയെടുങ്ങനെ നിൽക്കുന്ന ഒരു സിംഹത്തിനെ ഹരീർ ഗുഹാം പ്രവിശ്യാണ്. ഒരു ഗുഹയുടെ ഉള്ളിലിരിക്കുന്ന ഒരു സിംഹത്തിനെയാണ് കണ്ടത്. അത് മാത്രമേ കണ്ടുള്ളൂ. അവിടെ സിംഹം തന്നെയാണ്. ഇന്നലെ നരസിംഹമായിട്ട് വന്ന ആൾ തന്നെയല്ലേ ഇപ്പം വേറെ ആളാണ്, വ്യത്യാസമൊന്നുമില്ലല്ലോ. നല്ല നരസിംഹമായിട്ട് ഗർന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. ഇന്നിപ്പോൾ വരുമ്പോൾ ഓടക്കുഴലൊക്കെ ആയിട്ടാ വരണത്തിൽ എന്താ വ്യത്യാസമല്ലേ ഉള്ളൂ? ഭഗവാൻ രണ്ടും ഒന്ന് തന്നെയല്ലേ, എന്താ വ്യത്യാസം? ആ രൂപത്തിൽ കണ്ടതോട് കൂടിയിട്ട് കംസൻ അവിടെ ഒരു ഓട്ടം ഓടി. പിന്നെ കംസന് ആസീന സംവിശൻ തിഷ്ടൻ ഭുഞ്ചാന പ്രതിഭൻ വതൻ, ഉണ്ണുമ്പോ ഇരിക്കുമ്പോ ഉറങ്ങുമ്പോ നടക്കുമ്പോ കിടക്കുമ്പോ എന്ന് വേണ്ട സദാസമയവും ഹരി 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 ഇതേയുള്ള ചിന്ത. ഹരി എന്നുള്ള വാക്കിന് സിംഹം എന്ന അർത്ഥമുണ്ട്, കുരങ്ങൻ എന്ന അർത്ഥമുണ്ട്, ഭഗവാൻ എന്നും അർത്ഥമുണ്ട്. സംസ്കൃതത്തിൽ ഒരേ വാക്കിന് പല അർത്ഥം ഉണ്ടാവുമല്ലോ, നാനാർത്ഥങ്ങൾ. ഇതൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ കംസന് അത് ഹരി ഹരി എന്ന് മാത്രമേ ഒരു ചിന്തയുള്ളൂ. എന്ത് കണ്ടാലും അതിൽ ഹരി 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 എന്ന് ധരിച്ചാൽ മകണെ യാതൊന്ന് കാൺമതത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ. ആ ഭാവത്തിലേക്ക് കംസൻ ഉയർന്നു ഇപ്പൊ അവിടെ. അതിപ്പോ ഭയം കൊണ്ടാണെങ്കിലും കംസൻ അവിടേക്ക് എത്തി. ശരിക്കും ഇത് നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. ഈ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലൊന്നും വില്ലൻ കഥാപാത്രങ്ങളില്ല. ഈ ഹിരണ്യകശിപു ഹിരണ്യാക്ഷനും കംസനും കാളിയനും ഒന്നും വില്ലന്മാരൊന്നുമല്ല. നമ്മൾ ഈ സിനിമയിലും നാടകത്തിലും നോവലൊക്കെ ഇവരിങ്ങനെ വലിയ വീശ പോലെ വളക്കെ പിടിച്ച് കക്കാന്ന് കുറെ ചിരിയൊക്കെ ചിരിച്ച് ബഹളം കൊണ്ടി വരുന്ന ദുഷ്ടന്മാരായിട്ട് കാണിച്ച് നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ വാസ്തവത്തിൽ പുരാണങ്ങളിൽ ഒരാൾ വില്ലന്മാരല്ല. ഇവരൊന്നും വില്ലന്മാരോ ശത്രു അങ്ങനെയല്ല. എന്നല്ല, അവരൊക്കെ നമ്മളെക്കാൾ ഭാഗ്യം ചെയ്തവരും കൂടിയാണ്. കംസൻ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കണ്ട ആളാണ്. ഹിരണ്യകശിപു നരസിംഹാവതാരം പ്രത്യക്ഷമായിട്ട് തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റിയ ആളാണ്. അവരൊക്കെ കാളിയൻ ദുഷ്ടനും ക്രൂരനും ഒക്കെ ആയിരിക്കും. ഭഗവാൻ അങ്ങോട്ട് ചെന്നിട്ട് ആ ശിരസിൽ നിർത്താൻ വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഭാഗ്യവാന്മാരാണ്. നമ്മളെക്കാൾ മുമ്പിലെത്തിയ നമ്മളെക്കാൾ ഉയർന്ന ആൾക്കാരാണ്. നമ്മൾ ഈ കാളിയനെയും കംസനെയും ഹിരണ്യകശിപുവിനെയും ഹിരണ്യാക്ഷനൊക്കെ പോയി തൊഴുക വേണ്ടത്. അവിടെയെങ്കിലും എത്തണ്ടേ, എന്നിട്ട് വേണ്ടേ അപ്പുറത്തേക്ക് പോകാൻ. അവരൊന്നും വില്ലന്മാരായിട്ട് കാണാൻ പാടില്ല നമ്മൾ. ഏതായാലും ഈ കംസൻ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് ഭയം കൊണ്ടായി പിന്നെ ഹരിയെ കുറിച്ചുള്ള ചിന്തയിൽ മാത്രമായി അദ്ദേഹത്തിന്റെ ജന്മം. ആ സമയത്താണ് ദേവകി വസുദേവന്മാരുടെ അടുത്തേക്ക് ബ്രഹ്മാദി ദേവന്മാരൊക്കെ വരുന്നത്. അവരെല്ലാവരും കൂടി വന്ന് ഭഗവാനെ അവിടെ വിസ്തരിച്ച് സ്തുതിച്ചു. ബ്രഹ്മാവൻ അങ്ങനെയുണ്ട്, ഒരുവിധപ്പെട്ട പ്രധാന അവതാരങ്ങളിലൊക്കെ ഗർഭത്തിലുള്ളപ്പോൾ സ്തുതിക്കാൻ വരും. അത് കഴിഞ്ഞ് അവതരിച്ചാൽ പിന്നെയും വരും സ്തുതിക്കാൻ. ഇങ്ങനെയൊക്കെ പതിവുണ്ട്. നരസിംഹാവതാരം പോലെ ചിലയിടത്തൊന്നും പറ്റിയില്ലേ. ഇത് എപ്പോഴുണ്ടായ തൂണിനകത്തപ്പോഴ കയറി ഇതൊന്നും കണ്ടിട്ടില്ല. അവതരിച്ചിട്ട് സ്തുതിക്കാനേ പറ്റിയില്ല. പേടി മാറിയിട്ടുണ്ട് സ്തുതിക്കാൻ. വന്നപ്പോഴാണെങ്കിലോ രണ്ടാൾ ഒച്ചയായിട്ട് ഓടുകയും ചെയ്തു. അവിടെ ഒന്നും അധികം ഉണ്ടായില്ല. ബാക്കി പ്രധാനപ്പെട്ട ഒരുവിധ അവതാരങ്ങളിലൊക്കെ ബ്രഹ്മാവൊക്കെ സ്തുതിക്കുന്നുണ്ട്. അപ്പൊ എവിടെയും ബ്രഹ്മാവ് വന്നു. ഇപ്രാവശ്യം ബ്രഹ്മാവ് മാത്രമല്ല, ബാക്കി ദേവന്മാരും എല്ലാവരും കൂടിയാണ് വന്നത്. എല്ലാവരും കൂടി ആ തടവറയുടെ ഉള്ളിൽ ഇരുന്ന് ഭഗവാനെ ദേവകിയുടെ ഗർഭത്തിനകത്തിരിക്കുന്ന ഭാവത്തില്
ഗംഭീരമായിട്ടാണ് സ്തുതിച്ചു. സത്യവ്രതം സത്യബലം ത്രസത്യം സത്യസ്യ സത്യം ഹൃതസത്യനേത്രം സത്യാത്മകം ത്വം ശരണം പ്രപദ്യേത്. അതിൽ ഓരോ സത്യത്തിനും ഓരോ അർത്ഥം. സത്യം എന്ന ഒറ്റ വാക്കിന് അതിൽ ഓരോന്നിനും ഓരോ അർത്ഥം. അങ്ങനെ അതിഗംഭീരമായിട്ട് 2-3 ശ്ലോകം ചൊല്ലി. പക്ഷെ അത് ഭഗവാൻ അത്ര ഇഷ്ടമായില്ല അത്ര. ഈ വേദാന്തവും ഇങ്ങനത്തെ ഗഹനമായ സ്തുതിയൊന്നും കൃഷ്ണാവതാരത്തിൽ വേണ്ട. ഇവിടെ കുറച്ച് കുസൃതിയും ബഹളവും ചിരിയും കളിയൊക്കെ വേണ്ടത് എന്നുള്ളതുകൊണ്ട് ഭഗവാൻ അത്രയ്ക്ക് ഇഷ്ടമായില്ല എന്ന് ബ്രഹ്മാവിന് തോന്നിയപ്പോൾ ബ്രഹ്മാവ് അതൊന്ന് മാറ്റി. എന്നിട്ട് വിസ്തരിച്ച് ഭഗവാനെ വേറെ തരത്തിലാണ് സ്തുതിച്ചു. ഗംഭീരമായ സ്തുതിയാണ്. നാമം ജപിക്കുന്നത് പോലെ അവിടെ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ച് ദേവകിയെയും വസുദേവരെയും ഒക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് അവരൊക്കെ യാത്ര ചെയ്യും. അതിനുശേഷമാണ് ആ ഭഗവാന്റെ അവതാരത്തിന്റെ ദിവ്യരംഗം ആരംഭിക്കുന്നത്. ഭഗവാന്റെ അവതാര കഥ ചിങ്ങമാസമാണ് രംഗം. അഥ തൃതീയോധ്യായം. ശ്രീശുക ഉവാച അഥ സർവഗുണോപേത കാലപരമശോഭന യർഹേവാജനജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രാമവ്രജാകരാഹ. ഈ ചിങ്ങമാസമാണ് വന്നത്. ശ്രാവണ മാസത്തിലെ കർക്കിടക മാസം വരെ ഈ മഴയും ബഹളമൊക്കെ ഉണ്ടല്ലോ. ചിങ്ങമാസം ആകുമ്പോഴേക്കും ആ മഴയും അതിന്റെ ബഹളമൊക്കെ ഇങ്ങോട്ട് മാറിയിട്ട് അന്തരീക്ഷമൊക്കെ സർവഗുണോപേത കാല, എല്ലാ ഗുണങ്ങളും നിറഞ്ഞേക്കും തെളിഞ്ഞ ഒരു സമയമായിട്ട് അങ്ങോട്ട് മാറി. പരമശോഭനമായ തെളിഞ്ഞ ഒരു കാലം. ആ സമയത്ത് അജനജന്മവൃക്ഷം, ബ്രഹ്മാവിന്റെ ജന്മനക്ഷത്രം രോഹിണിയാണത് നക്ഷത്രം. അതില് മഹാദേവന്റെ തിഥി അഷ്ടമി, വൈക്കത്ത് അഷ്ടമിയൊക്കെ ഉണ്ട്. ആ അഷ്ടമി എന്ന തിഥിയും ബ്രഹ്മാവിന്റെയും മഹാദേവന്റെയും തിഥിയും നക്ഷത്രവും കൂടി ചേർന്നിട്ടുള്ള അഷ്ടമി രോഹിണി കൂടി ചേർന്നിട്ടുള്ള ആ ശുഭ സമയത്ത്, ആ സമയത്ത് ദിക്കുകളൊക്കെ പ്രസന്നമായിട്ടിരിക്കുകയാണ്. ചുറ്റുപാട് 10 ദിക്കുകൾ എല്ലായിടത്തും. ഈ പലതരത്തിലുള്ള ഉപദ്രവങ്ങളെ കംസനൊക്കെ ഉണ്ടാക്കണമെങ്കിലും അതിൻ്റെ ഇടയിൽ അന്നത്തെ സമയത്ത് എല്ലായിടത്തും തെളിഞ്ഞുള്ള അന്തരീക്ഷം. അർദ്ധരാത്രിയാണ് സമയം. സമയം അവിടെ വളരെ അതിക്രമിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദിക്കുകളൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് മഹി മംഗളഭൂയിഷ്ഠ പുരഗ്രാമ വ്രജ ആകരാഹ. പട്ടണത്തിലും ഗ്രാമങ്ങളിലും എന്ന് വേണ്ട എല്ലായിടത്തും ഒരു മംഗളം. അവരൊക്കെ ഉള്ളിൽ എന്താണെന്നറിയാത്തൊരു സന്തോഷവും ശാന്തിയും ആളുകളുടെ ഉള്ളിൽ. പലതരത്തിലുള്ള ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും അവിടെ ഉണ്ട്. എന്നിട്ടും അവർക്കൊക്കെ ഒരു സന്തോഷം. അത് ജനങ്ങൾക്ക് മാത്രമല്ലേ. നദ്യപ്രസന്ന സലില ഹൃദാജലരുഹശ്രിയ ദ്വിജാളികുലസന്നാദസ്തബഗവനരാജയ വവോ വായുസുഖസ്പർശ പുണ്യഗന്ധവഹശുചി അഗ്നയശ്ചദ്യുജാദീനാം ശാന്താസ്തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി. പ്രകൃതിയിലും അതേപോലത്തെ മാറ്റമാണ്. നദികളൊക്കെ തെളിഞ്ഞിരിക്കുക. നദികളിലൊക്കെ ഈ കർക്കിടകത്തിൽ വരെ വലിയ മഴ പെയ്തിട്ട് കലങ്ങിയ വെള്ളമൊക്കെ ഈ ചിങ്ങമാസമാകുമ്പോൾ അങ്ങനെയാണ് തെളിയും. ജനങ്ങളുടെ മനസ്സും അതുപോലെ തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചന. കലങ്ങിയ വെള്ളം തെളിയുന്നത് പോലെ ജനങ്ങളുടെ മനസ്സും തെളിഞ്ഞൊന്ന് ശാന്തമായിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയിലും അതെ, തടാകങ്ങളും നദികളും ഒക്കെ തെളിഞ്ഞ വെള്ളത്തോട് കൂടിയിട്ട് ഒഴുകുകയാണ്. അതുപോലെ ജലരുഹശ്രീയ, അവിടെയൊക്കെ താമരപ്പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കാതെ. അർദ്ധരാത്രിക്ക് താമര വിരിയും. താമര പകലല്ലേ വിരിയേണ്ടത്, പക്ഷെ ആ സമയത്തും താമര അങ്ങനെ വിരിഞ്ഞിരിക്കുക. താമര വിരിഞ്ഞിരിക്കുന്ന സമയത്ത് ആളുകളൊക്കെ അതിശയത്തോട് കൂടിയിട്ടേ നിങ്ങൾ നോക്കണ സമയത്ത് താമരപ്പൂ ഉറക്കെ വിളിച്ചു പറയാം, എന്താ ആളാ, ഞാൻ കൃഷ്ണന്റെയാണ്, താമരക്കണ്ണൻ എന്നാണ് അറിയപ്പെടുന്നത്, എൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് ഞാൻ ഭഗവാന്റെയാണ്, അപ്പൊ എനിക്ക് വിരിയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് താമരപ്പൂവൊക്കെ അങ്ങനെ ജലരുഹശ്രീയങ്ങളൊക്കെ താമരപ്പൂക്കളൊക്കെ അങ്ങനെ വിരിഞ്ഞിരിക്കുകയാണ് അത്ര. അതുപോലെ ദ്വിജാളികുലസന്നാദസ്തബഗവനരാജയ, പൂക്കളിലൊക്കെ അർദ്ധരാത്രി സമയത്ത് വണ്ടും പൂമ്പാറ്റയും ഒക്കെ പറഞ്ഞു നടക്കാം. പൂക്കളെ വിരിഞ്ഞിരിക്കണ്ടാവില്ല ആ സമയത്ത്, എടുത്ത പൂക്കളല്ലേ വരെയുള്ളൂ. ഇതിപ്പോ എല്ലാ പൂക്കളും വിരിഞ്ഞിരിക്കേണ്ട. ഭഗവാൻ അവതരിക്കുമ്പോൾ പൂക്കളും തോരണങ്ങളും അലങ്കാരമൊന്നും ഇല്ലാണ്ടിരിക്കാൻ പറ്റുമോ? അതൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കേണ്ട. എന്ന് മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഈ വണ്ടുകളും പൂമ്പാറ്റയൊക്കെ പറഞ്ഞു നടക്കുക. ഈ വണ്ടൊക്കെ അങ്ങനെ മൂളി ഒന്ന് പറക്കണ സമയത്ത് ആ ശബ്ദമൊക്കെ അങ്ങനെ കേൾക്കുമ്പോഴേ ഭൃംഗാധിപേ ഹരികഥാമിവ ഗായമാനേ, വണ്ട് മൂളുന്ന ശബ്ദം ഹരികഥ പാടുകയാണോ എന്ന് തോന്നുകയാണ്. വണ്ടിന്റെ മൂളുന്ന ശബ്ദം ആ ഹരി ഹരി എന്ന് വണ്ടും കൂടി ജപിക്കുകയാണോ എന്ന് തോന്നുന്നത്. ആ ഭാഗത്തിനൊക്കെ അങ്ങനെ നടക്കുക. പക്ഷികള്, എല്ലാ പക്ഷികളും, കാക്ക തുടങ്ങിയിട്ടുള്ള പക്ഷികൾ പോലും അവിടെ വന്നിരിക്കേണ്ടത് ആ സമയത്ത്. എല്ലാ തരത്തിലുള്ള പക്ഷികള്, കുയില് തുടങ്ങിയിട്ടുള്ള
രാത്രി ഇല്ലാത്ത പക്ഷികളും മൃഗങ്ങളും വരെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുക. പ്രകൃതി മുഴുവൻ ഭഗവാന്റെ അവതാരത്തിന് കാത്തിരിക്കണ സമയമാണ് ഇപ്പോൾ. കാറ്റും അതെ, ഒരു ചെറിയ കാറ്റ്, സുഗന്ധം ഉള്ള ചെറിയൊരു കാറ്റ്, അതങ്ങനെ വായു സുഖസ്പർശ, ഉപദ്രവിക്കണ കാറ്റല്ല, സുഖം തോന്നുന്ന പാകത്തിലുള്ള ഒരു കാറ്റും മന്ദമാരുതൻ അങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്നയസ്ഥ, ഈ മഹാത്മാക്കളും യോഗികളും വിപ്രന്മാരും ഒക്കെ അഗ്നിഹോമങ്ങളും പലതരത്തിലുള്ള ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുന്നവരുടെ ആ ഹോമകുണ്ടത്തിലെ അഗ്നിജ്വാല, ആ അഗ്നിജ്വാല പോലെ ഒരു ഇളം നീല നിറത്തിലാണ് കത്തുന്നത്. ആ ജ്വാലയെ പോലും പറയണത് ഞങ്ങളുടെ നിറത്തിലാണ്, നീ കണ്ണൻ നീലക്കണ്ണനാണ്, ഞങ്ങളുടെ നിറത്തിലാണ്. അതും കൂടി ആ ഭഗവാനോട് താതാത്മ്യം ബാധിച്ചിട്ട് ആ അഗ്നിജ്വാലകൾ പോലും. ആകാശത്തെ കാർമേഘങ്ങൾ വന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കണ്ട, ആ കാർമേഘം പെയ്യുന്നില്ല, തിങ്ങി നിറഞ്ഞിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ കാർമേഘങ്ങള് അത് അവരും പറയുള്ളത് ഞങ്ങളുടെ പേരിലാണ്, ഈ കാർമുകിൽ വർണ്ണം എന്നാണല്ലോ, നിങ്ങളും കൃഷ്ണന്റെയാണ്. അവർക്കും കൃഷ്ണനോടൊരു താതാത്മ്യമാണ്. അതിൻ്റെ ഇടയിൽ നിറയെ നക്ഷത്രങ്ങളുണ്ട്, കാർമേഘങ്ങളുടെ ഇടയിൽ കൂടി നക്ഷത്രങ്ങൾ മിനി കാണാനുണ്ട്. ആ നക്ഷത്രങ്ങൾ ഭഗവാന്റെ അവതാരമല്ലേ, കുറച്ച് ദീപമൊക്കെ കൊളുത്തി വെക്കണ്ടേ, വിളക്കൊക്കെ കത്തിക്കണ്ടേ. ആ ഭാഗത്തിന് താലമെടുത്തതുപോലെ നക്ഷത്രങ്ങൾ ആകാശത്ത് നിൽക്കുന്നുണ്ട്. അഷ്ടമിയാണ് തിഥി, ചന്ദ്രന് പകുതി ആവശ്യമുള്ളൂ, പകുതി വരേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ചന്ദ്രൻ അന്ന് പൂർണ്ണചന്ദ്രനായിട്ടാണത്. അതെന്താ ചോദിക്കുമ്പോഴേ ചന്ദ്രൻ പറയാം, എൻ്റെ വംശത്തിലാ ഭഗവാന്റെ അവതാരം, ചന്ദ്രനും ഭഗവാനോട് താതാത്മ്യം എൻ്റെ വംശത്തിലാണ്, അതുകൊണ്ട് ഞാനും ആ ഭാഗത്തിനാണ്. ചന്ദ്രനും പൂർണ്ണചന്ദ്രനായിട്ട് അവിടെ അങ്ങനെ നിൽക്കണു. ഈ പലതരത്തിലുള്ള ഉപദ്രവങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ടുള്ള ഈ ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങൾക്കും പല വേദനകളിലും വിഷമങ്ങളിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാര്, അവർക്കും എന്താണെന്നറിയില്ല, പെട്ടെന്ന് മനസ്സിനൊരു ശാന്തി, ഒരു ആനന്ദം. എവിടുന്നാ ഈ ആനന്ദം, ഈ ശാന്തി വന്നതെന്ന് അവർക്കും അറിയില്ല. അവരുടെ ഉള്ളിൽ ഒരു സമാധാനം. മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമ സുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി ജഗുഃ കിന്നരഗന്ധർവാസ്തുഷ്ടൗ സിദ്ധചാരണാഃ വിദ്യാധര്യശ്ച നനതു അപ്സരോഭ്യസമം തദാ മുമുജുർമുനയോ ദേവാസു മനാംസി മുദന്വിദാഃ മന്ദം മന്ദം ജലധരാ ജഗദ്ദുരനസാഗരം. ആകാശത്ത് ഭൂമിയിലുള്ള പോലെ ആകാശത്തും ആ തയ്യാറെടുപ്പുകളാണെന്ന്. അവിടെ ദുന്ദുഭയുടെ ശബ്ദവും ഇതുപോലെ മണിനാദവും ഇതൊക്കെ അവിടെ നിന്ന് കേൾക്കുക. വന്നിട്ടുള്ള ദേവന്മാര്, ഗന്ധർവന്മാര്, യക്ഷന്മാര്, കിന്നരന്മാരും ഒക്കെ ആ ഭഗവാന്റെ അവതാരം കഴിഞ്ഞിട്ട് വേണം കൊട്ടാനും പാടാനും ഒക്കെ വിചാരിച്ചിങ്ങനെ കാത്തു നിൽക്കുക. ഈ വാദ്യക്കാർക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് വന്നാൽ വെറുതെ നിൽക്കാൻ പറ്റില്ല. ഈ വാദ്യോപകരണം തയ്യാറാക്കി വെറുതെ നിൽക്കില്ല, വെറുതെ അതിൻ്റെ അവിടെ ഇവിടെ രണ്ട് ഡേറ്റ് കിട്ടണം. അതൊരു ശീലമാണ്. ഈ പെരുമ്പറയും ചെണ്ടയും ഒക്കെ ആയിട്ട് വന്ന ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവിടെ നിൽക്കുമ്പോൾ അവരും ഇടയ്ക്കിടയ്ക്ക് ഓരോ താളം. അതിവിടെ ഭൂമിയിൽ കേൾക്കുമ്പോൾ ഇടിവെട്ടുകയാണോ എന്നൊക്കെ തോന്നുകയാണ്. പെരുമ്പറയുടെയും ദുന്ദുഭയുടെയും ഒക്കെ ശബ്ദം ആകാശത്ത് നിന്ന് അങ്ങനെ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുക. ആകാശത്ത് ദേവന്മാരും ഋഷികളും അവരൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്നു, ഭൂമിയിലുള്ള ഋഷികൾ തയ്യാറായിട്ടിരിക്കുന്നു, പ്രകൃതി തയ്യാറായിട്ടിരിക്കുന്നു, മനുഷ്യര് തയ്യാറായിട്ടിരിക്കുന്നു. എല്ലാവരും തയ്യാറായിട്ടിരിക്കുമ്പോഴാണ് ആ കംസന്റെ തടവറയിൽ ഭഗവാന്റെ അവതാര രംഗം. നിശീധേ തമ ഉത്ഭോധേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരോഹിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീ യഥാ പ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തമത്ഭുതം ബാലകമം പുരേക്ഷണം ചതുർഭുജം ശംഖഗജായുധായുധം ശ്രീവത്സലക്ഷ്മം ഗണശോഭികൗസ്തുഭം വേദാംബരം സാന്ദ്രവയോധസൗഭഗം മഹാർഹവൈഢൂര്യകിരീടകുണ്ടല തുഷാപരിഷ്വത്സഹസ്രകുണ്ടലം ഉദ്ദാമകാഞ്ച്യം ഗദഗംഗണാദിഭിർ വിരോജമാനം വസുദേവ ഐക്ഷത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അവതാരം ദേവകിയുടെയും വസുദേവരുടെയും മുമ്പില് ഭഗവാൻ ആവിർഭവിക്കുന്നതായിട്ടുള്ള രംഗം. ആ വസുദേവനും ദേവകിയും ഭഗവാനെ സ്തുതിക്കുന്നതും ഭഗവാൻ അവരോട് നിർദ്ദേശിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങള് ബാക്കി ഭാഗങ്ങള്. സ വിസ്മയോൽവിലോചനോഹരിം സുതം വിലോക്യാനകൃതഭിസ്തദാ കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്പൃശൻ ഉദാദിജേഭ്യോ ഇതമാപ്ലുതോ ഗവാം അധൈനമസ്തോദവധാര്യ പൂരുഷം പരം നദാംഗകൃതധേ കൃതാഞ്ജലി സ്വരോജിഷാ ഭാരത സൂതികാഗ്രഹം വിരോചയന്തം ഗദഭേ
പ്രഭാവിത് വസുദേവ ഉവാച വ്യതിതോസി ഭവാൻ സാക്ഷാൽ പുരുഷപ്രകൃതേ പര കേവലാനുഭവാനന്ദസ്വരൂപ സർവബുദ്ധിതക സ ഏവ സ്വവൃത്തിയിടം സൃഷ്ടുവാഗ്രേതൃണാത്മകം തദനു ത്വം ഹ്യപ്രവിഷ്ട പ്രവിഷ്ട ഇവ ഭവ്യസേ യഥേമേ വിർവാഭാവാ തഥാ ദേവൈ സഹ നാനാവീര്യാമൃതഗ്ഭൂതാ വിരാജഞ്ജനയന്തേ സന്നിപത്യ സമുൽപാദ്യ ദൃശ്യന്തേ അനവധാ ഇവ പ്രാഗേവ വിദ്യമാനത്വാൽ നദേഷാഭ്യഃ സംഭവ ഏവം ഭവാൻ ബുദ്ധ്യനുമേയ ലക്ഷണൈ ഗ്രാഹേർഗുണൈർസന്നവിതദ്ഗുണാഗ്രഹ അനാവൃതത്വാൽ ബഹിരന്തരം നദേ സർവസ്യ സർവാത്മന ആത്മവസ്തുന യ ആത്മനോ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യതേ സംവിധേകനോബുധ വിനാനുവാദം തന്മനീഷിതം സമ്യക് യതസ്തക്തമുപാദൽപുമാൻ ത്വത്തോസ്യ ജന്മസ്ഥിതി സംയമാൻ വിഭോ വദന്തി അനീഹാദ ഗുണാദ വിക്രിയൽ ത്വയ്യേശ്വരേ ബ്രഹ്മണിനോ വിരുദ്ധ്യതേ ത്വദാശവേത്വാദുപചര്യതേ ഗുണൈഃ സത്വന്ത്രയോഗസ്ഥിതയേ സ്വമായയാ വിഭർഷ്യ ശുക്ലം ഖലുവർണ്ണമാത്മന സർഗായ രക്തം രജസോപബൃംഹിതം കൃഷ്ണം ച വർണ്ണം തപസാ ജനത്യേ ത്വമസ്യ ലോകസ്യ വിഭോരിക്ഷുർ ഗൃഹേപതീർണോऽസി മമാഖിലേശ്വര രാജന്യസജ്ഞാസുരകോടിയോധവൈः നിർയോഗ്യമാനഃ ധിഹരിഷ്യസേ ച മോഹ അയം തസഭ്യസ്തവ ജന്മനോ ഗൃഹേ ശ്രുത്വാഗ്രജാസ്തേ വിധേൽ സുരേശ്വര സദേവതാരം പുരുഷേ സമർപ്പിതൻ ശ്രുത്വാധുദേവാഭ്യസരദ്വിജായുധ ശ്രീശുക ഉവാച അധേനമാത്മജം വീക്ഷ്യാമഃ പുരുഷലക്ഷണം ദേവഗീതമുപാധാവൽഭേദാശുചിസ്മിത ദേവക്യുവാച രൂപം യത്തൽപ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിം നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാൽ വിഷ്ണുരധ്യാത്മദീപാം നഷ്ടേ ലോകേ ദിവരാർദ്ധാവസാനേ മഹാഭൂതേഷാദിഭൂതംഗതേഷു വ്യക്തേ വ്യക്തം കാലവേഗേന യാതേ ഭവാമേകശിഷ്യതേ ശേഷസത്യ യോയം കാലത്തസ്യ തേ വ്യക്തബന്ധോ ചേഷ്ടാമാഹുശ്ചേഷ്ടദേവേന വിശ്വം നിമേഷാതിർവത്സരാന്തോ മഹീയാന്തം തു യേശാനം ക്ഷേമധാമ പ്രപദ്യേ മർത്യോ മൃത്യുവ്യാളഭേദഫലായൻ ലോകാൻ സർവാൻ നിർഭയം നാദ്യഗച്ഛത് ത്വൽപാദബ്ജം പ്രാപ്യേതച്ഛയാദ്യ സ്വസ്ഥശ്ചേതേ മൃത്യുരസ്മാദവൈതി സത്വം ഘോരാനുഗ്രസേനാത്മജാൽമ ത്രാഹി ത്രസ്താൻ ഭൃത്യവിത്രാസ്യാസി രൂപം ചേതം പൗരുഷം ധ്യാനധിഷ്ണ്യം മാ പ്രത്യക്ഷം മാം സദൃശം ദൃഷിഷ്ഠ ജന്മദേവയ്യസോ പാപോ മാ വിദ്യാൽമധുസൂദന സമുദ്യുജേ ഭവദ്ധേദോ കംസാദഹമുധീരധീ ഉപസംഹര വിശ്വാത്മന്നതോ രൂപമലൗകികം ശംഖചക്രഗദാപദ്മശ്രിയാജുഷ്ടം ജലധ്വജം വിശ്വയ്യതേതൽ സുതനോ നിശന്തേ ധാവകാംസം പുരുഷപരോപമൻ വിഭക്തി സോയം മമ ഗർഭഗോ അഹോ നിർലോകസ്യ വിഡംബനം ഹിതൽ ശ്രീഭഗവാൻ വാച ത്വമേവ പൂർവസർഗേ ഭൂർകൃഷ്ണ സ്വയംഭൂയ സതി തദായം സുതവാനാമ പ്രജാപതിരകൽമഷാം യുവാമൈ ബ്രഹ്മാതിഷ്ഠോ പ്രജാസർഗേ ദാമദ സന്നിയമ്യേന്ദ്രിയഗ്രാമം ദേവാന്ധേവമന്ധവ വർഷവാദാതവൈമഘർമ്മകാമലഗുണാനനു സഹമാനോ ശ്വാസരോധവിനഗ്ധോദമനോമലൗ ചേർണവർണ്ണാനിലാഹാരാപശാന്തേന ചേതസ മത്തകാമാനഭിപ്സന്തോ മദാരാധനമീഹതു ഏവം വാം തപ്യതോസ്തീവ്രം തപ പരമദാ പരമദുഷ്കരം ദിവ്യവർഷസഹസ്രാണി ദ്വാദശൈർമദാത്മനോ തദാ വാം പരിദുഷ്ടോഹമമുനാപവിഷാനഘേ തപസാ ശുദ്ധയാദിത്യം ഭക്ത്യാ ചാവിഭാവിദം പ്രാദുരാസം വരദരാടിവയോകാമതിൽസയ വ്രിയതാംബര ഇത്യുക്തേ മാതൃശോഭാമൃതസുത അജുഷ്ടഗ്രാമ്യ വിഷയൗവനവത്യൗ ച ദുൽപതി നവവ്രാധേപവർഗം മേ മോഹിതൗ മമ മായയാ ഗതേ മഹി വാം ലബ്ധ്വാ വരം മത്സദൃശം സുതം ഗ്രാമ്യാം ഭോഗാനപുഞ്ചാധാം യുവാം പ്രാപ്തമനോർദ്ധൗ അദൃഷ്ടോന്യതമല്ലോകേ ശീലോദാന്യഗുണൈ സമം അഹം സുതോ വാമഭവം വൃഷ്ണിഗർഭ ഇതി സ്വദ തയോർവാമരേവാഹമദിത്യാമാസകശ്യപാൽ ഉപേന്ദ്ര ഇതി വിഖ്യാതോ വാമനത്വാച്ച മാമനാം തൃതീയസ്മിൻ ഭവേഹം വൈതേനൈവ വഷാധവാം ജാതോ ഭൂയസ്തയോരേവാ സത്യം മേ വ്യാഹതം സതി ഏതദ്വാം ദർശനം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാന്യഥാ മദ്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായതേ യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ശാസ്ത്രകൃത് ചിന്തയന്തോ ഹൃതസ്നേഹൗ യാസേധേ മൽഗതിം പരാം
ശ്രീശ്വവാച ധരിസ്തോഷ്ണിം ഭഗവാൻ ആത്മമായ പിത്രോ സംപശ്യതോ സദ്യോ ബഭൂവ പ്രാകൃതശിശു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തതശ്ച ശൗര്യർഭഗവൽ പ്രചോദിത സുതം സമാദായ സസൂതികാഗ്രഹാൽ യഥാ ബഹിർഗന്ധുമേഷ തർഹ്യജ യാ യോഗമായാ ജനിനന്ദനായയാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ മഹാദേവി തയാ പ്രത്യയ സർവവൃത്തിഷു ദ്വാസ്ഥേഷു പൗരേഷു വിശായതേഷ്വധ ദ്വാരസ്തു സർവാഭിഹിതാതുരത്യ ബൃഹൽകവാടായ സകീലശൃംഖലൈഃ താ കൃഷ്ണവാഹേ വസുദേവാഗതേ സ്വയം വിവര്യന്തധാതമോരവേ വവർഷപർജന്യോപാംശഗർജിതശേഷന്നുകൾ വാരിദിവാരയൻ ഫലൈഃ മഖോലി വർഷത്യസകൃത്യമാനുജ ഗംഭീരതോ യൗഖജവോർമിഭേനിലാം ഭയാനകാവർത്തസദാകുലാ നദീ മഹഗന്ധദൗ സിന്ധുരിവ ശ്രയപദേ നന്ദപ്രജം ശൗരിരുപേത്യ തത്രതാൻ ഗോപാൻ പ്രസുപ്താൻ ഉപലഭ്യ നിദ്രയാ സുതം യശോദാശയനേ നിധായ തൽ സുധാമുപാദായ പുനർഗൃഹാനുഗൽ ദേവക്യാശയനേന്യസ്യ വസുദേവോ ധലാരികം പ്രതിമുച്യപദോർലോഹമാസ്തേ പൂർവപദാവത യശോദാനന്ദപത്നീ ച ജാതം പരമബുദ്ധ്യത നതല്ലിംഗം പരിശ്രാന്ത നിദ്രയാ ഭക്തസ്മൃതി. ഓം തസ്സതി. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വാരണാസി സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കൃഷ്ണജന്മനി തൃതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അവതാര രംഗം കംസന്റെ തടവറയിലാണ് ഭഗവാന്റെ അവതാരം. കംസൻ ഭയമാണ്. അത് നമ്മുടെയൊക്കെ ഉള്ളില് അനാദിയായിട്ട് ആരംഭിച്ചിട്ട് ഒരു ഭയമുണ്ട്. ഞാൻ ഇല്ലാതെയാകുമോ എന്നൊരു ഭയം. ആ ഭയത്തിൽ നിന്ന് ആരംഭിച്ച് ക്രമേണ അത് പലതായിട്ട് മാറും. ഞാൻ ഇല്ലാതെയാകുമോ എന്നുള്ള ഭയമാണ്. പിന്നെ ഇരുട്ടിനെ പേടി, മറ്റുള്ള ആളുകളെ പേടി, മറ്റുള്ള വസ്തുക്കളെ പേടി, ശത്രുക്കളെ പേടി, രോഗത്തെ പേടി, ഭയം, ഇങ്ങനെ എന്തൊക്കെയോ ഭയങ്ങളായിട്ട് പരിണമിക്കുന്നത് ഞാൻ ഇല്ലാണ്ടാവോ എന്ന ഭയമാണ്. ആ ഭയത്തിന്റെ തടവറയിലാണ് നമ്മൾ ഓരോരുത്തരും എല്ലാവരും. അങ്ങനെ ആ ഭയമാകുന്ന കംസന്റെ തടവറയിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് ഭഗവാന്റെ അവതാരം. ആ അവതാരം കൊണ്ട് ആ അവതാരത്തെ സാക്ഷാത്കരിച്ചിട്ട് നമ്മുടെ ഉള്ളില് ആ ഭയത്തെ ജയിക്കണം, ഭയം ഇല്ലാണ്ടാക്കണം, ഭയം അവസാനിക്കണം. അങ്ങനെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭഗവത്പാദത്തിന് സമർപ്പിക്കുകയാണ്. ഇനി ഈ അവതാര കണ്ണന്റെ കഥകൾ നാളെ നമുക്ക് വിസ്തരിച്ചിടാം. ഈ കഥകളൊക്കെ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. കായേന വാചാ മനസേന്ദ്രിയേണ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിർമഹീഷാ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.